ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് വരുന്നു. ദൈവപ്രവർത്തികളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. നമുക്കിന്നും പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർമ്മിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു സ്പിരിച്വൽ അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലും ഒരന്തരീക്ഷം, സ്പിരിച്വൽ അന്തരീക്ഷം നമുക്കുണ്ടാക്കുവാൻ കഴിയും. ഞാൻ വീണ്ടും പറയുന്നത്, നമുക്കുണ്ടാക്കുവാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കർത്താവ് തരാതെ, ദൈവം തരാതെ നമുക്ക് എങ്ങനെയാണ് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നത്? ദൈവം നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചോണം, ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാത്ത, ഞാനത് എപ്പോഴും പറയാറുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവെ എന്നെ നേരിട്ട് വന്ന് ഇറങ്ങി വന്ന് എന്നെ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് നമ്മൾ എന്തുകൊണ്ടാണത് പറഞ്ഞ് പ്രാർത്ഥിക്കാത്തതെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല? നമ്മൾ കർത്താവെ ഇറങ്ങി വരാൻ പറയാറില്ല. കാര്യം നമുക്ക് വേണ്ടി യേശു അത് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നാം അതിൽ വിശ്വസിച്ചാണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. നമുക്കിന്നും പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചനഭാഗങ്ങൾ ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. നമ്മളെ എന്ത് വചനം അതാണ്, എന്തൊരർത്ഥമാണ്, എന്തിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മനസ്സുണ്ടെങ്കിൽ. ആമേൻ. നമ്മൾ ഇന്നലെ നമുക്ക് മനസ്സലിഞ്ഞ് കർത്താവ് നമ്മളെ സഹായിക്കും എന്നാണ് കേട്ടത്. ഞാൻ പ്രാർത്ഥിച്ച തുടക്കത്തിൽ തന്നെ ദൈവാത്മാവിനോട് ഒരു ആൻ്റണിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട്, ആൻ്റണിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ആൻ്റണിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് എന്നെ കാണിച്ചു. ആൻ്റണിയെ ദൈവം തൊടുന്നതായിട്ട് കർത്താവ് എന്നെ കാണിച്ചു. ആൻ്റണിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ആ കുടുംബത്തിൽ കർത്താവ് ഇന്ന് എന്നെ കാണിക്കുന്നത്, ആ കുടുംബത്തിൽ ആൻ്റണിയുമായി ബന്ധപ്പെട്ട് ആൻ്റണിയെ തൊട്ടതിന് ശേഷം കർത്താവ് ആ കുടുംബത്തിൽ വലിയൊരു അഴിച്ചുപണിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ അത് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ പോവാണ്. എന്നോട് ഈ ദിവസങ്ങളിൽ പറയുന്നു, വളരെ ഭാരപ്പെട്ട് ചെയ്തിരുന്ന ഒരു വിഷയം ഈ ദിവസങ്ങളിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യുമെന്ന് അറിയാതെ ഭാരപ്പെട്ട ഒരു വിഷയത്തെ ആൻ്റണിയെ കർത്താവ് തൊട്ടിട്ട്, ആൻ്റണിയുടെ കുടുംബത്തിൽ ഞാൻ കാണുന്നത് 2 തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ആകുലപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ആരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് വഴി തുറക്കാൻ വേണ്ടി പോവാണ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവിലുള്ള കൃപയിൽ നമ്മൾ മുന്നോട്ട് പോകണം. നമുക്ക് കർത്താവിൻ്റെ ദൈവപ്രവൃത്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവാത്മാവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിന് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, കർത്താവിൻ്റെ മനസ്സലിവിനെ പറ്റി നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ആത്മീയ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊന്ന് വായിക്കാം. അതിനായിട്ട് സങ്കീർത്തനത്തിലൊരു വാക്യമാണ്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം വിളിച്ചു പറയുന്നു. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 34-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്കാണ്, ഒരു വചനമാണ്. ആ വചനഭാഗത്ത് ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 12-ാം വാക്യം, 34-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ. ശ്രദ്ധിച്ചോണം, 2 കാര്യങ്ങൾ ചോദിക്കുകയാണ്. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സും ഇച്ഛിക്കുന്നവൻ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, ദൈവത്തിൻ്റെ ഒരു പ്ലാൻ അല്പായുസല്ല. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ദൈവത്തിൻ്റെ പ്ലാനിൽ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് അല്പായുസ്, നിങ്ങൾ ബൈബിളിൽ പലയിടങ്ങളിൽ കാണാൻ പറ്റും. ദൈവം പല സ്ഥലങ്ങളിൽ കാണാൻ എഴുതുന്നത് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. ഇവിടെ വീണ്ടും പറയുന്നു, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ. അപ്പം നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹവും ദൈവം വെച്ചിരിക്കുന്നതുമായ 2 കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ദീർഘായുസോടെ ഇരിക്കാൻ. പക്ഷെ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ദീർഘായുസോടെ ഇരിക്കുകയും
കിടന്ന കിടപ്പിലോ രോഗാവസ്ഥയിലോ തകർച്ചയിലോ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാറില്ല, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്. അങ്ങനെ പറയാനൊരു കാരണം എന്നാന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പം ആയുസ് മുന്നോട്ടുണ്ട്, പക്ഷേ ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലായിരിക്കും അവർ. പക്ഷെ ദൈവത്തിൻ്റെ പ്ലാൻ ഒരിക്കലും നിങ്ങളെ ദീർഘായുസ് ഇട്ടിട്ട് അവിടെ കഷ്ടപ്പെടുത്തി മുടിപ്പിച്ച് നശിപ്പിച്ചിടാൻ വേണ്ടിയല്ല. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു തൃപ്തിയുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരു തൃപ്തി ദൈവത്തിൻ്റെ പ്ലാനാണ്. നമുക്ക് തൃപ്തി തരുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി തന്നെയാണ്. ഇവിടെ പറയുകയാണ്, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ വ്യാജം പറയാതെ നിന്റെ അധരത്തെ കാത്തുകൊള്ളുക. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ വചനം പറഞ്ഞിട്ട് പറയുകയാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ. എന്നിട്ട് പറയുകയാണ്, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. അപ്പോൾ രണ്ട് കാര്യങ്ങളിവിടെ പറയുകയാണ്. നാവിനെ എടുത്തു പറയുക. അപ്പം നാവും നന്മയും ദീർഘായുസും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു ബന്ധമുണ്ടെന്നല്ലേ ഇവിടെ പറയുന്നത്. സദൃശവാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. നമ്മൾ പലപ്പോഴും നാവിനുള്ള അധികാരത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആത്മീക അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വ്യക്തി കയറി വന്നാൽ ആ വ്യക്തി പറയും, എനിക്കിവിടെ വന്നപ്പോൾ ഒരു സന്തോഷമാണ്, ഇവിടെ വന്നപ്പം ഒരു സമാധാനമാണ്, ഇവിടെ വന്നപ്പം ഒരു അനുഗ്രഹമാണ്, നിങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്കറിയത്തില്ല എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഗദനദേശത്തേക്ക് യേശുക്രിസ്തു കാല് കുത്തിയപ്പോൾ തന്നെ അവിടെ 6000 ഭൂതമുള്ള ഒരു മനുഷ്യനുണ്ട്. 6000 ഭൂതവും വെച്ചുകൊണ്ട് അവിടെ വചനത്തിൽ പറയുന്നു, അവൻ കല്ലറയിലാണ് കിടക്കുന്നത്. അവനെ ചെങ്ങല കൊണ്ട് ബന്ധിച്ചാൽ അത് തല്ലി പൊട്ടിച്ച് അവൻ എന്ത് ചെയ്യും? അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരും. അവൻ മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരു അക്രമകാരി. അതുകൊണ്ടാണ് യേശു വന്നപ്പോൾ ആക്രമിക്കാൻ വന്നത്. എന്നാൽ യേശു വന്ന സമയത്ത് പിശാചുക്കൾ പറയുന്നുണ്ട്, അതാ സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ണിപ്പിക്കരുത്. അതായത് യേശു അടുത്ത് വന്നപ്പോൾ തന്നെ അവന് സെൻസ് ചെയ്യുവാൻ തുടങ്ങി. കർത്താവ് അടുത്ത് വന്നപ്പോൾ തന്നെ അവർക്ക് സെൻസ് ചെയ്യുവാൻ തുടങ്ങി. രണ്ടാമത് അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അവർ യേശുവിൻ്റെ കൂടെ ഉള്ളവരെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശുവിൻ്റെ കൂടെ ഉള്ളവരെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ കർത്താവിലുള്ളവർക്കും എന്തോ ഒരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറാണ്. നിങ്ങളൊരു വ്യക്തിക്കടുത്ത് ചെല്ലുമ്പോൾ, ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങളിലൊരു ആത്മീക അന്തരീക്ഷം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ആത്മീക അന്തരീക്ഷം സ്പർശിക്കും. ദൈവികമായ ഒരു അന്തരീക്ഷം ആ വ്യക്തിയെ തൊടുവാൻ ഇടയായിത്തീരും. ആ ദൈവികമായ അറ്റ്മോസ്ഫിയറിൽ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊരു ദൈവദാസൻ, അദ്ദേഹം ഇങ്ങനെ ഒരു ടെസ്റ്റിമണി പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വേറെന്തോ ഒരു പ്രയറിനോ മറ്റോ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു മാനസിക രോഗമുള്ള ഒരു സഹോദരിയുമായിട്ട് ഹസ്ബൻഡും പിള്ളേരും കൂടെ ഏതോ ഒരു സ്ഥലത്ത്, ഹോസ്പിറ്റലിലല്ല മറ്റൊരു സ്ഥലത്ത്, ഒരു മന്ത്രവാദമോ മറ്റോ എന്തോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുകൊണ്ടിരിക്കുക. അവർ വിശ്വാസമൊന്നുമല്ല. അവർ ബസ്സിലിങ്ങനെ ഒത്തിരി പേര് കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇദ്ദേഹം ഈ സഹോദരി ഇരുന്ന തൊട്ട് പുറകത്തെ സീറ്റിലാണ് ഇദ്ദേഹം ഇരുന്നത്. പെട്ടെന്ന് ഈ പുള്ളിക്കാരി ചാടി എണീറ്റ് ഈ മനുഷ്യൻ്റെ നേരെ വിരൽ ചൂണ്ടി എന്തൊക്കെയോ ഭയങ്കര കോഷ്ടികൾ കാണിച്ച് ബഹളം വെക്കുക. ഉടനെ കണ്ടക്ടർ ഓടി ഒന്ന് കുറേ നേരമായിട്ട് ഇത് കണ്ടിട്ട്, നിങ്ങൾ തമ്മിൽ എന്നാ ബന്ധമെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ, അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അയ്യോ അത് കുഴപ്പമുള്ള സ്ത്രീയാണ്. പക്ഷെ വേറെ ആരോടും പുള്ളിക്കാരിക്ക് കുഴപ്പമില്ല, വേറെ ആരുടെയും നേരെ വിരൽ ചൂണ്ടുന്നില്ല, ഈ വ്യക്തിയുടെ നേരെ എന്ത് ചെയ്യും. അപ്പോൾ കണ്ടക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് എന്നാ ഈ പുള്ളിക്കാരിയായിട്ട് എന്തെങ്കിലും വല്ല പ്രശ്നം വല്ലതും ഉണ്ട്? പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. പക്ഷേ അപ്പം ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ സംഭവം എന്ത് ചെയ്താണ്, സെൻസ് ചെയ്യുന്നത്. ഉടനെ അദ്ദേഹം എല്ലാ ബസ്സിൽ നിന്നുകൊണ്ട് തന്നെ ഒറ്റ പാക്ക് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മേലുള്ള സകല ദുരാത്മാവിനെ കൽപ്പിക്കുന്നു, വിട്ടുപോകുവാൻ പറഞ്ഞ നിമിഷത്തിൽ ആ മാനസിക ബുദ്ധിമുട്ടുള്ള സഹോദരി അപ്പം തന്നെ ഇൻസ്റ്റൻ്റ്ലി സൗഖ്യമായി. ഞാൻ ആ സാക്ഷ്യം കേട്ടതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ബസ്സിൻ്റെ അകത്താണ്, ഒരു കൺവെൻഷനിലല്ല, ഒരു സൂം പ്രയറിലല്ല, ഒരു പള്ളിയിലല്ല, വചനധ്യാനത്തിലല്ല, ആരാധനയുടെ മധ്യത്തിലല്ല, ഒരു ബസ്സിൽ, നോർമൽ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ പോലും ആത്മീക അന്തരീക്ഷമുള്ളൊരു വ്യക്തിയുടെ അടുക്കൽ വന്നാൽ ഭൂതങ്ങൾ അലറിപ്പോകും. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. പക്ഷേ ഇത് നമ്മളിൽ എങ്ങനെ ഉരുവാകും? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് എപ്പോഴും ഈ അടിയും വഴക്കും ഒക്കെ ആയിട്ട് ജീവിക്കാൻ? നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ബ്രദർ എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുന്ന ആരുമില്ലല്ലേ?
സന്തോഷം വേണം, സമാധാനം വേണം. നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരാൾ വന്നാൽ, നമ്മളോട് ഒരാൾ ഷെയ്ക്ക് ഹാൻഡ് തന്നാൽ, നമ്മളൊരാളോട് സംസാരിച്ചാൽ ആ വ്യക്തി പറയണം, നിൻ്റെ അകത്ത് യേശു ഉണ്ട്, നിൻ്റെ അകത്ത് കർത്താവ് ഉണ്ട് എന്ന് പറയാൻ തക്കവണ്ണം ഇടയാകണം. എനിക്കറിയാവുന്നൊരു സഹോദരനുണ്ട്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറുടെ അടുക്കിലേക്ക്, നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അടുക്കിലേക്ക് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആളാണെന്നറിയാം. അപ്പോൾ അദ്ദേഹം ഈ പോലീസ് ഓഫീസർ പരിചയപ്പെടുത്തി കൊടുത്തത് മറ്റൊരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്, വിശ്വാസിയല്ല. അദ്ദേഹം ഒരു പ്രയറും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ വേറൊരു ആവശ്യത്തിന് വേണ്ടി കാണാൻ വേണ്ടിയാണ് ചെന്നത്. അപ്പോൾ ചെന്ന വഴിക്ക് എന്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തു. ആ പോലീസ് ഉദ്യോഗസ്ഥനൊരു വിശ്വാസിയേ അല്ല, അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളേ അല്ല. പക്ഷേ ഈ മനുഷ്യൻ ആ മുറി വിട്ട് പോയതിന് ശേഷം തൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയത്തില്ല, ആ വ്യക്തി വന്ന് പോയ നിമിഷം മുതൽ എനിക്കറിയത്തില്ല, എൻ്റെ ഉള്ളിൽ യേശുവിനോട് ഭയങ്കര ഒരാഗ്രഹം ഉണ്ടാകാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ വ്യക്തി വന്നത് ഒഫീഷ്യലായിട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്, ഒരു റെക്കമെൻഡ് ചെയ്ത് വന്നതാണ് കാണാൻ വേണ്ടി. അപ്പം അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പം മറ്റേ വ്യക്തി പറയുകയാണ്, ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, എനിക്കറിയത്തില്ല, യേശുവിനോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുക. ആമേൻ. അങ്ങനെയെങ്കിൽ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റുമുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ നാവ്. ശ്രദ്ധിച്ചോണം. ഇവിടെ പറയുകയാണ്, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിച്ഛിക്കുകയും ചെയ്യുന്നവനാർ, ദോഷം ചെയ്യാതെ. അടുത്ത വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പോകുവാണ്. ദോഷം ചെയ്യാതെയും നിൻ്റെ നാവിനെ വ്യാജം പറയാതെയും നിൻ്റെ ആദരത്തെ കാത്തുകൊള്ളുക. നാവിൻ്റെ ഒത്തിരി പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട് അതിൻ്റെ ശരീരം മുഴുവനും നിയന്ത്രിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക്, ഇവിടെ ശ്രദ്ധിച്ചോണം, തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. നാവും ഒരു ചെറിയ അവയമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. അപ്പോൾ നാവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയുകയാണ്, കപ്പൽ എത്ര വലുതെങ്കിലും അത് കാറ്റടിച്ച് ഓടുന്നതായാലും, അന്നത്തെ കാലഘട്ടമാണ്, ഇന്നത്തെ പോലെ മോട്ടറൊന്നും വന്നിട്ടില്ല, ഇന്നത്തെ കാലത്തും അതിനൊരു ചുക്കാനുണ്ടല്ലേ, അതിനെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റിയറിംഗ് ഉണ്ട്, അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നല്ലേ. ആ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ ഈ ദിവസങ്ങളിൽ കേട്ടോണം, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, നന്മയിലേക്കാണോ പോകേണ്ടത്, നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, കർത്താവിനാൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി പോയാൽ. എലിസബത്ത് എന്ന് പറഞ്ഞ സഹോദരി ഞാനിപ്പോൾ കാണുന്നുണ്ട്. ആ സഹോദരി നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെ എന്നോട് പറയാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ കാണുന്നുണ്ട് എലിസബത്ത് എന്ന് പറഞ്ഞ സഹോദരിനെ. എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ബ്ലോക്കായി കിടന്നതിനെ ദൈവാത്മാവ് സ്പർശിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുനീരിനെ ഒരു സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ദീർഘായുസിച്ഛിക്കുകയും ചെയ്യുന്നവനാർ. അപ്പോൾ നമ്മുടെ നാവിൻ്റെ ചില പ്രത്യേകത ഞാൻ പറയാം. ഇനി നമ്മുടെ നാവ്, നിങ്ങളുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് നമ്മളൊരു അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ നാവിൻ്റെ മേൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ വചനം പറയുവാൻ ആരംഭിക്കുമ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങളെ പറഞ്ഞു തുടങ്ങണം. എൻ്റെ ഭവനവുമായിട്ട് എന്താ ബന്ധം? 2, എൻ്റെ ഭാവിയുമായിട്ട് എന്താ ബന്ധം? ഈ പല ഉപദേശം കേൾക്കുന്ന വഴിയിൽ, ഞാൻ ഒത്തിരി ഈ ചില മെസ്സേജുകളൊക്കെ കേൾക്കുന്ന വഴിക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ ഞാൻ ആദ്യം അന്വേഷിക്കുന്നത് വചനത്തിൽ ഇദ്ദേഹം പറയുന്നതിലൊരു അടിസ്ഥാനമുണ്ടോ എന്നെപ്പോഴും ഞാൻ അന്വേഷിക്കും. ഇപ്പം ചിലർ ചിന്തിക്കും, അങ്ങനെയാണ് ബ്രദറെ ഒരു സംശയം, ക്യാൻസർ മാറുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ, കൊറോണ മാറുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ. നല്ല ചോദ്യമല്ലേ? ഇല്ല, ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ക്യാൻസർ മാറുമെന്നും പറഞ്ഞിട്ടില്ല, കൊറോണ മാറുമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ തിരുമുറിവിനാൽ രോഗം മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊറോണയും ക്യാൻസറും ഒരു രോഗമാണെങ്കിൽ അത് മാറിയിരിക്കും. അപ്പോൾ ബൈബിൾ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ബേസ് ഉണ്ട്. പിന്നെ ഒരു വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട്, ഏതെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം, ഒരു വാക്കിന് ഒരു എണയുണ്ട്, അതിന് ചേരുന്ന അതേപോലെ. ഇപ്പം നിങ്ങളിപ്പോൾ ഈ വാക്യം വായിക്കുക, ജീവനെ ആഗ്രഹിക്കുക, നന്മ കാണാൻ ഇച്ഛിക്കുകയും ദീർഘായുസിച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ. ഇവിടെ കൊണ്ട് നിങ്ങൾ നിൽക്കുകയെന്ന് വിചാരിച്ചു, ആർ. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ആരാണത്?
ഇങ്ങനെ ആ വാക്ക് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ പറഞ്ഞിരിക്കുന്നു, അവിടെ നാവിനെ കണക്ട് ചെയ്യുകയാണ്. ഇനി ഈ വാക്കിൻ്റെ കുറച്ചും കൂടെ ആഴത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ സദൃശവാക്യത്തിലോട്ട് പോകണം. എന്താണ് നാവിൻ്റെ പ്രത്യേകത? ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ഇനി അടുത്തത് അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ എവിടെ പോകണം? നേരെ യാക്കോബിൽ പോകണം. നാവിൻ്റെ പ്രത്യേകത എന്തുവാ? നാവ് ഒരു ചെറിയ അവയവമെങ്കിലും അതൊരു കാട്ടുതീ പോലെയാണ്. അതായത് ഒരു കാടിനെ കത്തിക്കുന്ന തീ ഇച്ചിരിയേ ഉള്ളൂ, പക്ഷേ ആ ചെറിയ തീ മതി കാട് കത്തിക്കാൻ. ഇനി അതിൻ്റെ കണക്ഷൻ അവിടെ കിടക്കുന്നത് നാവുമായിട്ട് എനിക്കെന്താ ബന്ധം? വചനം ഉപയോഗിക്കുന്നത് നാവിലാണ്. കണ്ടോ ഇങ്ങനെ പോകുന്നത് കണ്ടോ? വചനം ഇങ്ങനെ കറങ്ങി കറങ്ങി പലയിടങ്ങളിൽ ചെതറിക്കിടക്കുന്ന ഒരു പസില് പോലെയാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ വചനം പറയുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ ആദ്യം പറയണം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ കുടുംബമായിട്ട് രക്ഷ പ്രാപിക്കും. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ ദീർഘായുസ്സോടെ ഇരിക്കും, ദിവ്യ ആരോഗ്യത്തിലിരിക്കും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പറയുമ്പോൾ, ഈ വചനങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ഈ വചനം വരികയും ഈ വചനം നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങളെ പൊതിയും. ഇതൊരു അന്തരീക്ഷമായി നിങ്ങൾ എല്ലാ ദിവസവും ഈ വചനം പറയുമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഈ വചനം പറയുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ കുറേ കാലം മുമ്പ് ഒരു വചനം കേട്ടതാണ്, ഒരു സാക്ഷ്യം പോലെ കേട്ടതാണ്. എനിക്ക് തോന്നുന്നു ഒരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞൊരു സാക്ഷ്യത്തിൽ ഇങ്ങനെ കേട്ടു, ഒരു മനുഷ്യന് കൃഷിയെല്ലാം നശിച്ച് കിടക്കുക. അദ്ദേഹത്തിൻ്റെ കൃഷിയെല്ലാം നശിച്ചിട്ട് ആ കൃഷി എത്ര ശ്രമിച്ചിട്ടും നന്നായിട്ട് പുള്ളി കൃഷി അറിയാം, ഒത്തിരി വളമിട്ടു, വെള്ളം ഒഴിച്ചു, എല്ലാം ചെയ്തിട്ടും പുള്ളിക്ക് അങ്ങോട്ട് ശരിയാകത്തില്ല. എത്ര ശ്രമിച്ചിട്ടും കൃഷി ശരിയാകുന്നില്ല. അപ്പോൾ ഒരു അച്ഛനോട് വന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ഒരു ചെറിയൊരു ബോക്സും എല്ലാം കൂടെ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു കൃഷിത്തോട്ടത്തിൽ കൊണ്ടുവന്ന് എല്ലാ ദിവസവും വചനം അങ്ങ് ഓൺ ചെയ്യാൻ പറഞ്ഞു. അന്നാലോചിച്ച് നോക്കി, ഇവിടെ മനുഷ്യന് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ ശിഷ്യന്മാർ പറഞ്ഞ പോലെ, കർത്താവ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല, ഇത് കഠിനവാക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ചെടിയെല്ലാം കേൾക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ കൃഷി എങ്ങനെ കേൾക്കാൻ പോകുന്നത്? കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. പലരും ഇത് കഠിനവാക്കെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ വിട്ട് പോയവർ വരെയുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ? ഈ മൈക്ക് ഒരു ബോക്സ് എടുത്തിട്ട് തൻ്റെ കൃഷിത്തോട്ടത്തിൽ കൊണ്ടുവന്നൊരു മൈക്ക് കണക്ട് ചെയ്തിട്ട് താൻ എന്ത് ചെയ്തു? എല്ലാ ദിവസവും ഈ വൃക്ഷങ്ങളെല്ലാം വചനം കേൾപ്പിക്കുക. പയ്യെ നാട്ടുകാർ പറയാൻ തുടങ്ങി, പുള്ളിക്ക് വട്ടായി. കാരണം ഇത്രയും നാളും നല്ലൊരു മനുഷ്യനായിരുന്നു, കൃഷിയൊക്കെ ചെയ്ത് കാര്യം ഒക്കെ കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. ഇപ്പോൾ ഈ പുള്ളി വീടിൻ്റെ അകത്ത് വെക്കേണ്ട പാട്ടും പ്രാർത്ഥനയും വചനവും എന്ത് ചെയ്യുന്നു? ഇപ്പോൾ കൊണ്ടുവന്ന് ആ കൃഷിയിടത്ത് കൊണ്ടുവന്ന് എല്ലാ ദിവസവും ഓണാക്കി വെച്ചിരിക്കുക. പക്ഷേ സംഭവിച്ചതെന്നാണെന്നറിയാവോ? തൻ്റെ കൃഷി വർദ്ധിക്കുവാൻ തുടങ്ങി. അതുവരെ എല്ലാം കേടായി നശിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ കൃഷിക്കകത്ത് ഒരു വളവും ചെയ്യാതെ തന്നെ അത് എന്ത് ചെയ്യാൻ തുടങ്ങി? വർദ്ധിക്കുവാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ഈ വചനത്തിനും ഈ കൃഷിക്കും ഇതിനെല്ലാം പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, മനുഷ്യൻ്റെ ശരീരത്തിൽ മാത്രമല്ല വചനം പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ വിഷയത്തിൽ മാത്രമല്ല. അത് ഇലക്ട്രോണിക്സ് ഉപകരണം, നമ്മൾ ഒത്തിരി സാക്ഷ്യം കേട്ടല്ലേ, ഒത്തിരി സാക്ഷ്യം കേട്ട്. മൊബൈലല്ല, ടി വി അല്ല, കമ്പ്യൂട്ടറല്ല, നിങ്ങളുടെ ഓഫീസിലിരിക്കുന്ന സകല സാധനങ്ങളും കേടായിപ്പോയത്, വർക്കായത്. ആമേൻ. അപ്പോൾ എല്ലാത്തിലും വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷെ വചനം പുറത്തു വരുവാൻ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു അവയവമാണ് നാവ്. ആമേൻ. ഇവിടെ യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് വന്ന സമയത്ത് ആ വാക്യം ഒന്ന് വായിച്ചായിരുന്നു. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, കപ്പൽ എത്ര വലിയതെങ്കിലും അത് കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് എന്ത് ചെയ്തു? തിരിയുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ സുവിശേഷം കേൾക്കുന്ന സമയത്ത്, എനിക്കറിയാവുന്നൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം വാ തുറന്നാൽ നെഗറ്റീവ് പറയത്തുള്ളൂ. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അദ്ദേഹം എന്നെ ഒത്തിരി, പ്രത്യേകിച്ച് നമ്മുടെ മിനിസ്ട്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ബന്ധം അങ്ങ് മുറിച്ച് കളയാനിടയായി തീർന്നു. എൻ്റെ കാരണം അദ്ദേഹം വളരെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഈ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി തവണ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോവുകയും ഒത്തിരി തവണ അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വ്യത്യാസവും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കാണുന്നില്ല, ഒരു വ്യത്യാസവും കാണുന്നില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തോടൊന്ന് പറയും, സഹോദരൻ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഞാൻ കാണാത്ത ഉപദേശിമാരില്ല, ഞാൻ കാണാത്ത ബ്രദർമാരില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചരിത്രം മൊത്തം എപ്പോഴും പറയും. ഇത് കേട്ട് തീർന്നിട്ട് പ്രാർത്ഥിക്കാനാണെങ്കിൽ ആകെ എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഈ വലിച്ചു നീട്ടി പ്രാർത്ഥിക്കത്ത് എനിക്കത് താല്പര്യമില്ല. ഭയങ്കര വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോയി, നമ്മുടെ വിശ്വാസം നിങ്ങൾക്ക് അകത്തുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥന മതി. ഒത്തിരി നമ്മൾ ലെങ്ത് പ്രാർത്ഥനയിലൊന്നും കാര്യമൊന്നുമില്ല.
നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ചെറുതായിരിക്കണം. കാര്യം നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് അത് പ്രൊക്ലെയിം ചെയ്യുന്നതാണ് പ്രയർ എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചു ഇങ്ങനെ കൊണ്ടുവരുന്നൊന്നുമല്ല. ഒരു കാര്യം നമ്മൾ പറയുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് പോയിട്ട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ഞാനെപ്പോഴും പറഞ്ഞു, ബ്രദർ എനിക്കൊരു ജോലി വേണം. അപ്പം ഞാൻ അദ്ദേഹത്തിന് എനിക്കറിയാവുന്ന നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച സമയത്ത് അദ്ദേഹം ജോലിയിൽ നിന്ന് മാറുക, ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽഡായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എൻ്റെ സുഹൃത്താണ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്നപോലെ ഒരു ബ്രദറുണ്ട്, പുള്ളി വണ്ടി ഓടാൻ. അപ്പോൾ തന്നെ പുള്ളിയെ വിളിച്ചു. പുള്ളി വിളിച്ചപ്പോൾ പുള്ളി പോകാൻ റെഡിയായി, എല്ലാം പറഞ്ഞു. പിറ്റേ ദിവസം പുള്ളി എന്നെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു അയാൾ ജോലിക്ക് വന്നില്ലല്ലോ. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ചു, സഹോദരൻ എന്നാ നിങ്ങൾ ജോലിക്ക് പോകാമെന്ന് ചോദിച്ചു. ഓ ബ്രദർ, എണീറ്റപ്പോൾ ഒരു മൂക്കടപ്പ്, അല്ലേലും എനിക്കറിയാം ഇതൊന്നും ശരിയാകത്തില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു 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 മാന്യമായിട്ടത് വിളിച്ചു പറയണ്ടേ, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു പറയണ്ടേ. ഓ എനിക്ക് അല്ലേലും അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. മനസ്സിലായോ? പുള്ളി പറഞ്ഞത് അല്ലേലും എനിക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അല്ലേലും എനിക്കറിയാം ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന് അതായത് പുള്ളിക്കൊരു നന്മ കിട്ടുക തന്നെ പുള്ളിയുടെ മൈൻഡ് സെറ്റപ്പിൽ, പുള്ളിയുടെ മൈൻഡിൽ മൊത്തം എന്നാന്ന് ചോദിച്ചാൽ എപ്പോഴും പുള്ളി പറയുന്നൊരു സംഭവം ഇതാണ്. എത്ര വിശ്വാസം ഉണ്ടല്ലോ ശ്രദ്ധിച്ചോണം, നമ്മുടെ നാവ് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അത് ബോധിച്ച ദിക്കിലേക്ക് നമുക്ക് തിരിക്കാൻ പറ്റും. ഇദ്ദേഹം ഇഷ്ടംപോലെ വചനം കേൾക്കുന്ന ആളാണ്, ഇഷ്ടംപോലെ വചന പ്രസംഗങ്ങൾ കേട്ട് കൈയടിക്കുന്ന ആളാണ്. പക്ഷെ വാ തുറന്നാൽ ഈ മനുഷ്യൻ പറയുന്നത് മുഴുവനും നന്നാകത്തില്ല. ഓ അല്ലേലും ഇതൊന്നും എനിക്കറിയാം. അപ്പോഴെന്താ പറയുക, എനിക്കറിയാം ബ്രദർ ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇതൊന്നും റെഡിയാകാൻ പോകുന്നില്ല, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു കുറേ തിരുത്താൻ നോക്കിയിട്ട് ഞാൻ മടുത്തു. അവസാനം എനിക്ക് മനസ്സിലായി നമ്മുടെ ഉള്ള വിശ്വാസം കൂടെ എന്ത് ചെയ്യും, പോകാനിടയായി തീരും. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ബ്രദർ പ്രാർത്ഥിക്കുക, എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം നമ്മുടെ നാവിലാണ് ഇത് മൊത്തം ഇരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് നല്ലൊരു സാഹചര്യം ഇല്ലായിരിക്കാം, നമുക്ക് മുന്നോട്ടൊരു പ്രതീക്ഷയും ഇല്ലായിരിക്കാം. പക്ഷെ വിളിച്ചു പറയണം എൻ്റെ കുടുംബമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ കുടുംബമായിട്ട് കർത്താവിനെ അനുഗ്രഹമായി തീരും. നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാന മാർഗത്തെപ്പറ്റി നിങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും, എൻ്റെ വരുമാനം വർദ്ധിക്കും, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ. ആ അന്തരീക്ഷത്തെ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കിയെടുക്കണം. യേശുവെ ഞാനൊരു അത്ഭുത സാക്ഷിയാകും. എപ്പോഴും നിങ്ങൾ ആ ഒരു അന്തരീക്ഷത്തിൽ നടക്കണം. നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം, നമ്മളിപ്പം ഞാൻ ഉദാഹരണം പറയാം, നിങ്ങളിപ്പോൾ ഒരു ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിലോട്ട് വന്നാലും, ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട് ഇരിക്കുന്നത് സാധാരണ പോലെ ആയിരിക്കും, അല്ല അലങ്കോലമായിട്ട് അതും ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു ഗസ്റ്റ് വരുമ്പം നമ്മളെ വീട് അടുക്കി പെറുക്കത്തില്ലേ, ഓടി നടന്നുള്ള എല്ലാം വാരി വലിച്ച് എല്ലാം റെഡിയാക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നമ്മൾ ചിരിച്ച് ആളെ റിസീവ് ചെയ്യാൻ നിൽക്കും. അയാൾ വന്നിട്ട് നോക്കും, ആ കൊള്ളാലോ, ആ പുള്ളി ചിന്തിക്കുന്നത് എല്ലാ ദിവസവും ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആ പുള്ളി വരുന്ന പ്രമാണിച്ചായിരിക്കും പുള്ളി നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഇതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. നമ്മളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, നമ്മൾ അയാൾ വരുന്നത് കൊണ്ടൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. അതേപോലെ നമ്മുടെ ലൈഫിൽ ഒരു അറ്റ്മോസ്ഫിയറിനെ നമ്മൾ ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? ദീർഘായുസോടെ ഇരിക്കാനും നന്മ കാണാനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നാവിനെ നമ്മൾ എന്ത് ചെയ്യണം, വ്യാജം പറയാതെ സൂക്ഷിക്കണം. അപ്പം നമ്മൾ ചിന്തിക്കും ഈ കള്ളം പറയുന്ന കാര്യത്തെ പറ്റിയാണ്. കള്ളം പറയുന്ന കാര്യമല്ല, ദൈവവചനത്തെ വിരോധമായിട്ടുള്ളത് നാം പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരാളൊരു ഉദാഹരണം, ഒരു അനുഭവം പറയുക, ബ്രദർ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഒരു ബൈബിൾ ബേസ് ആയിരിക്കണം എൻ്റെ ജീവിതം. വചനവിരുദ്ധമായിട്ട് ഇനി അയാൾ എന്ത് ഉപദേശം പറഞ്ഞാലും അയാളുടെ അനുഭവം എത്രയായി. ഇപ്പം എന്നോട് പറയുക, ഇപ്പം ഞാൻ മുട്ടയിരുന്ന് പ്രാർത്ഥിച്ചു, ഒരു ദിവസം മുട്ടയിരുന്ന് പ്രാർത്ഥിച്ചു, പെട്ടെന്ന് എനിക്കൊരു അത്ഭുതം ഉണ്ടായി. ഞാൻ പറയും മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചോണം, ദൈവം നിനക്കൊണ്ട് അത്ഭുതം ചെയ്യാൻ പോകും. അപ്പോൾ തളർന്നു കിടക്കുന്ന ഒരു ആൻറ്റി ചിന്തിക്കുക, എൻ്റെ ബ്രദർ എനിക്ക് മുട്ടയിൽ ഇരിക്കാൻ പോയിട്ട് നേരെ നിൽക്കാൻ പറ്റത്തില്ല, അപ്പോൾ ദൈവം എന്നെ വിടിവിക്കത്തില്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തോണം, ബൈബിളിൻ്റെ ബേസ് എപ്പോഴും വചനമാണ്. ബൈബിളിൽ ഒരാൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പം കർത്താവ് തൊട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മുട്ടയിൽ നിൽക്കണമെന്നല്ല, അവിടെ എന്താ സംഭവിച്ചെന്ന് നമ്മൾ നോക്കണം. അവിടെ മുട്ടയിൽ നിന്നുകൊണ്ടല്ല അവിടെ ചെയ്തത്, അവൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്. അല്ല, ദൈവം ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മുട്ടയിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കണമെങ്കിൽ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു അന്തരീക്ഷത്തെ നമ്മുടെ ലൈഫിൻ്റെ അകത്ത് ഉണ്ടാക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഭവനത്തിന് വേണ്ടി ഭവനം കിട്ടാൻ വേണ്ടിയുള്ള വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഞാൻ അയച്ചു തന്നിട്ടുള്ളത്? ഞാനൊരു ഉദാഹരണം പറയാൻ വേണ്ടി, ഭവനത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു വാക്യം പറഞ്ഞു തരാം. ഓർമ്മയുണ്ടോ ഏതെങ്കിലും വാക്യം? ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഞാൻ ആ വാക്യം ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഒരു മിനിറ്റ്.
നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകൾ. ശ്രദ്ധിച്ചോണം, ഇതൊക്കെ വലിയ അനുഗ്രഹത്തിൻ്റെ വചനമാണ്. ഞാനിതൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഇന്ന് തുടങ്ങി ഇടുവാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ തുടർമാനോട് ചിന്തിക്കാം. ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, എനിക്കിന്നറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ ദിവസവും ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ചില ആൾക്കാർ അത് സ്റ്റാറ്റസ് ആയിട്ടിട്ടത് വലിയ സന്തോഷം തോന്നി കണ്ടപ്പോൾ. സ്റ്റാറ്റസ് ഇട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്കത് കാണാൻ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഉള്ളിൽ വരുന്ന, ഞാനൊന്ന് നോക്കിയെടുക്കുന്ന വചനമൊന്നുമല്ല. എൻ്റെ മനസ്സിൽ അപ്പം തോന്നുന്ന, മനസ്സിൽ വരുന്ന വചനം ഒരു ഷോർട്ടായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ചിലരത് സ്റ്റാറ്റസ് ഇട്ടത് കണ്ടുകൊണ്ട് സന്തോഷം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇവിടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഇനി ഒരു ഭവനമല്ല, ഒത്തിരി ഭവനത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞു, എത്ര ഭവനം കിട്ടിയാലും നിങ്ങളുടെ ചിന്ത ഭവനത്തിലായിരിക്കില്ല. ആ ഭവനത്തിൽ മൊത്തം പ്രാർത്ഥന വെക്കണമെന്നൊരു ചിന്ത ഉണ്ടായാൽ മതി. കുറേ ഭവനം നമുക്ക് ദൈവം വീടുകൾ ശ്രദ്ധിച്ചോണം. നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ട് നനയ്ക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ. ഇവിടെ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ സകലതും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ട് നനയ്ക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും. ഇത് പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് പറഞ്ഞതാണ്. പക്ഷേ പുതിയ നിയമത്തിൽ ബൈബിൾ നമ്മോട് പറയുന്നു, കാട്ടൊലിവായ നമ്മളെ എന്ത് ചെയ്തു? നാട്ടൊലിവിനോട് പറ്റിച്ചേർന്നു. നാം ദൈവത്തിൻ്റെ ഇസ്രായേലാണിപ്പോൾ. ദൈവത്തിൻ്റെ ഇസ്രായേൽ നമ്മളിപ്പോൾ. അതായത് സകല വാഗ്ദത്തങ്ങൾക്കും യേശു മുഖാന്തരം, അബ്രഹാമിൻ്റെയും ക്രിസ്തുവേശു മുഖാന്തരം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിലും എല്ലാം നാം ഇപ്പോൾ അവകാശി. ഇനി ഇസ്രായേലിനെ നോക്കി നിങ്ങൾ ചിരിക്കേണ്ട, നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശികളാണ്. ഇവിടെ വചനം പറയാണ്, നീ നിറയ്ക്കാത്ത സകല സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന വീടുകളും. ഒന്ന് ചുമ്മാ ഒന്ന് കണ്ണടച്ചേ. ഒരു വീട് പണിയാൻ തന്നെ നമ്മളെന്ത് പാടാ വിടുന്നത് അല്ലേ? ഒരു വീടിൻ്റെ ഒരു മതിൽ പണിയാൻ തന്നെ എന്നാ പാടാ. ഇനി ഒരു വാടക കൊടുക്കാൻ വേണ്ടി തന്നെ എന്തോരം പാടുപെടുന്നവരുണ്ട്. വാടക കൊടുക്കാൻ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നവരില്ലേ? ഇതെല്ലാം നമ്മളെ നോക്കിയിട്ട് പറയുകയാണ്, നീ നനയ്ക്കാത്ത സകല സമ്പത്തും. ഞാൻ പറയുന്നത് ഇത് ഈ ഭൂമിയിലെ ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നീ നനയ്ക്കാത്ത സകല സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ട് നനയ്ക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചോണം. എന്നിട്ട് പറയുകയാണ്, നിന്നെ അടിമ വീടായി മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളൂ. അപ്പോൾ ഓർത്തോണം, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ജനത്തോടാണ് പറഞ്ഞത്. വാടക കൊടുക്കാൻ പോയി ചിലപ്പോൾ കാശ് കാണത്തില്ല. എനിങ്ങനെ അങ്ങ് പറയും കേട്ടോ. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് കുറേ സ്വർണ്ണം കയ്യിലുണ്ടെന്നല്ലാതെ, അതാണെങ്കിൽ തമ്പുരാൻ പറഞ്ഞു അതെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യണം, എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം, പെട്ടകം നിർമ്മിക്കാൻ പോവാം. അപ്പോൾ അതും പോയി. പിന്നെ ഉള്ളത് എന്തുവാ? ഒന്നുമില്ല. ദൈവം തരാതെ ഒന്നുമില്ല. അപ്പോൾ ദൈവം തരും, നിനക്ക് തരികയും. അപ്പം നിങ്ങളിപ്പം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പം ഈ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. എല്ലാ ദിവസവും പറയണം, ഈ വചനം പറയണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് വെറുതെ പറയുമല്ല. ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് തുടർച്ചയായിട്ട് കേൾക്കാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇപ്പം ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവിൻ്റെ ഒരു എൽസ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ, ആ കുടുംബത്തെ പരിശുദ്ധാത്മാവിന്ന് സ്പർശിക്കുന്നതായിട്ട് എൻ്റെ കർത്താവ് പറയും. എൽസയുടെ ഭവനത്തെ ദൈവാത്മാവ് സ്പർശിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നത് എൽസയുടെ മോളെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. എൽസയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ എടുത്തുകൊണ്ട് എൽസയുടെ മോളെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്ത മോളുടെ വിഷയത്തെ പരിശുദ്ധാത്മാവ് വലിയൊരു സാക്ഷ്യമാക്കി മുന്നോട്ട് കെട്ടാൻ വേണ്ടി പോവാണ്. ഇന്ന് ഈ വചനം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചന പിടിക്കാൻ ഒരു ഏറ്റെടുത്തോണം. എൽസയുടെ മോളെ കർത്താവ് സ്പർശിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ വ്യക്തിയോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഈ ദിവസങ്ങളിൽ അത് ഏറ്റെടുത്തോണം, ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്തോണം. എൽസയോട് മോളോട് കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്തോണം. കർത്താവിനോട് പറയുന്നു, ഈ മകളും മറ്റൊരു മോളും, ഈ എൽസയുമായിട്ട് മോളുമായിട്ട് ബന്ധപ്പെട്ട് മോളുടെ ഒരു മോളെയും കർത്താവ് തൊടുന്നൊരു കാഴ്ച എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ വലിയൊരു നന്മ ചെയ്യാൻ പോവാണ്. ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ട വിഷയമാണ് എന്ന കർത്താവ് അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ആമേൻ. ദൈവത്തിൻ്റെ വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഫ്ലോ ഇതിൻ്റെ അകത്തുകൊണ്ട്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ. ഇതിൻ്റെ അകത്ത് അരവിന്ദ് എന്ന് പറഞ്ഞ പേരുള്ള മകനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂമിൽ അരവിന്ദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതെന്ന് പറയും. അരവിന്ദ് സൂമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ, അരവിന്ദിനെ തമ്പുരാൻ ഇന്ന് സ്പർശിക്കുന്നു. അരവിന്ദുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോവാണ്. അരവിന്ദിൻ്റെ ജീവിതത്തെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. അരവിന്ദ് മുഖാന്തരം ദൈവം ഭവനത്തെ പണിതെടുക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ്, വാതിൽ തുറന്നതിന് നന്ദി പറയുന്നു.
കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈ വചനം പറഞ്ഞതിന് ശേഷം നമുക്കിത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വരാൻ വലിയൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതിനാണ്. ഞാൻ ദൈവക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഫ്ലോ, എനിക്കറിയത്തില്ല ആരുടെയൊക്കെ മുമ്പിലേക്ക് ചില വാതിൽ തുറന്നുകൊണ്ടിരിക്കുക. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോണം വലിയ കാര്യങ്ങളെ കർത്താവ് അത് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിനക്കാത്ത സകല സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന വീടുകളും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇനി എങ്ങനെ എനിക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ കഴിയും? അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ വാടക കൊടുക്കാൻ വേണ്ടി തന്നെ ഞാനിപ്പോൾ ആ പ്രാർത്ഥന വിഷയമായിട്ടാണ് വന്നേക്കുന്നത്, എങ്ങനെ വാടക കൊടുക്കാനൊരു വഴി തുറക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളെപ്പറ്റി വചനം പറയുന്നത് വീടുകൾ. എങ്ങനത്തെ വീടാണെന്നറിയാവോ? നീ നിറയ്ക്കാത്ത സകല സമ്പത്ത്. എൻ്റെ അർത്ഥം നമ്മൾ പറയത്തില്ലേ ഫർണിഷ് ചെയ്തിരിക്കുക എന്ന് പറയത്തില്ലേ? എൻ്റെ അർത്ഥം നീ ഒരു ഫർണിഷ് ചെയ്യാൻ പോകണ്ട അവിടെ. ഞാൻ ഈ നീ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഈ വാക്ക് വെച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇനി നിറയ്ക്കാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിച്ച് വെക്കാത്ത സകലതും നിറഞ്ഞ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും. അപ്പോൾ നിങ്ങൾ പറയാം, ബ്രദറെ ഞാൻ ഈ സാമ്പത്തിക രംഗത്തൊന്നും വിശ്വസിക്കും, ഇതിലൊന്നും അല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ, നിങ്ങളോട് എനിക്ക് സംസാരിക്കാനേ ഇല്ല. ഇവിടെ തൊട്ട് താഴെ പറയുന്നുണ്ട്, നിന്റെ അടിമ വീടായ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതെ. ഇത് ഇത്രയേ ഉള്ളൂ കാര്യം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അബ്രഹാമിന് നന്മ വന്നപ്പോൾ നമ്മൾ എഴുതി വെച്ചേക്കും അവിടെ അബ്രഹാം ഫിനാൻസ് ബ്രേക്ക് ത്രൂവിൽ വീണ് പോയെന്ന് എഴുതി വെച്ചിട്ടില്ല. അബ്രഹാം ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോൾ വീഴാനാണെങ്കിൽ ഇവിടുത്തെ ഏത് വിഷയത്തിൽ വീഴാം, സാമ്പത്തികം മാത്രമല്ല. ഒരുത്ത വീഴാൻ തീരുമാനിച്ചാൽ അവൻ എവിടെയെങ്കിലും വീണിരിക്കും. പക്ഷേ ദൈവം അവനെ നിർത്താൻ തീരുമാനിച്ചാൽ ഒരുത്തനും വീഴ്ത്താനും പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വീടുകൾ നിനക്ക് കുഴിക്കാത്ത കിണറുകളും നീ നട്ട് നനയ്ക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും, അന്നത്തെ കാലഘട്ടം നോക്കിയാൽ പറയുന്നത് കേട്ടോ, നിനക്ക് തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ എനിക്ക് ഷുഗറും പ്രഷറും മറ്റേ രോഗവും ആ രോഗം ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ പറയും, എനിക്ക് എങ്ങനെ ഫുഡ് കഴിക്കാനാ? ബൈബിൾ പറയുന്നു തിന്ന് തൃപ്തി. അതിൻ്റെ അർത്ഥം ആ രോഗവും കൂടെ നമുക്ക് എന്ത് ചെയ്യും? കർത്താവ് മാറ്റും. ചില പേർത്തിൽ എനിക്ക് അത് തിന്നാൻ പറ്റത്തില്ല ബ്രദർ, എനിക്ക് തിന്നണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ തിന്നാൻ പറ്റത്തില്ല, ആ രോഗമാണ്. ബൈബിൾ പറയുന്നു തിന്ന് തൃപ്തി പ്രാപിക്കും. ശ്രദ്ധിച്ചോണം, ഈ ദിവസങ്ങളിൽ ഈ വചനം പറയുമ്പോൾ ഈ നിങ്ങളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പറയും, ഞാനിപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ കാര്യം പറഞ്ഞ്, നിങ്ങൾക്കിത് മുന്നോട്ട് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട് ബ്രദറെ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചത്, ഞാൻ ഇച്ചിരി സ്ലോ ആയിട്ട് ഇന്ന് ഈ വിഷയം പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ചോദിച്ചത്, വളരെ സ്ലോ ആയിട്ട് ഈ വിഷയം പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ സ്ലോയിലേ പോകത്തുള്ളൂ. കാര്യം എനിക്കും ഇത് വേണം, അതുകൊണ്ടാണ് എനിക്കും ഇത് വേണ്ടതുകൊണ്ട് ഞാനിത് വളരെ വളരെ എന്ത് ചെയ്യുന്നത് ആഗ്രഹിച്ചാണ് പറയുന്നത്. എനിക്കിത് വേണം, എനിക്ക് നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോലെ എനിക്കും വേണം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുന്നു, ആ ചോദ്യത്തിൻ്റെ പ്രശസ്തി ഇല്ലല്ലേ? ആമേൻ, ആമേൻ. നിങ്ങളായിട്ടുള്ള കമൻറ്റ് ഇട്ട് ഞാൻ വായിച്ചാൽ. അപ്പം നിറച്ചിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ട് നനയ്ക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും. എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ ഏത് രാജ്യത്തിരുന്നോട്ടെ, ലോകം ഏത് രാജ്യത്തിരുന്നോട്ടെ, ഈ ബ്രദർ ഇവിടുത്തെ ഈ രാജ്യത്ത് അങ്ങനെയാണ് ഇങ്ങനെ, ഏത് രാജ്യത്തായിക്കോട്ടെ. ഞാനതാണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമല്ല, അന്തരീക്ഷം എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. ആമേൻ. ദൈവികമായ ഒരു അന്തരീക്ഷം ഈ ദിവസങ്ങളിൽ നിങ്ങളിത് പറഞ്ഞുണ്ടാക്കണം. എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ഇപ്പം ഞാനിത് ഈ ഒരു വീടെന്നുള്ള ഉദാഹരണം മാത്രം ഞാൻ എടുത്തതാണ്. വീടെന്നുള്ളത് ഈ ദിവസങ്ങളിൽ ഞാൻ പറയാം, എൻ്റെ കുടുംബത്തിൽ ഞാൻ ദീർഘായുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാൾ വന്ന് അവിടെ പ്രസംഗിക്കുകയാണ്, ഇനിയിപ്പം നിൻ്റെ ജീവിതത്തിൽ അത് വരും, കട്ടത വരും, ദുരിതം വരും, തകർച്ച വരും എന്ന് പറയുമ്പോൾ അതും ആമേൻ പറഞ്ഞ് കൈയടിക്കാൻ പോകരുത്. മനസ്സിലായോ? നമ്മളാണ് നമ്മുടെ അന്തരീക്ഷത്തെ കളയുന്നത്. തെളിവ് ഞാൻ പറഞ്ഞു തരാം. യാക്കോബിൻ്റെ ലേഖനം വായിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അത് തിരിക്കുന്നു. ഇനി കപ്പലും എത്ര വലുതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവമാണോ നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നത്? ദൈവം തന്ന അനുഗ്രഹത്തെ നിങ്ങളാണോ നടക്കുന്നത്? പറ. ദൈവം തന്ന അനുഗ്രഹത്തെ ഞങ്ങളാണ്. അപ്പം നമ്മളാണ് നടക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ നടക്കണം. നമുക്ക് കർത്താവ് എല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റത്തില്ല. പകരം നമ്മൾ ശ്രദ്ധിക്കണം.
നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇവിടെ ദൈവം ഒരു വാണിംഗ് കൊടുക്കുന്നവർ ശ്രദ്ധിച്ച് നോക്കിയാൽ വേണ്ടി ആവർത്തന പുസ്തകത്തിൽ, നിന്റെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയെ നീ മറക്കരുത്. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇന്നാൾ ഞാൻ പറഞ്ഞായിരുന്നു, ഈ കോപം, ഭയം എന്നൊക്കെ പറയുന്നത് പഴയ നിയമത്തിൽ ഉദ്ദേശിക്കുന്ന വാക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ യേശുവിനെ ഭയപ്പെട്ടല്ല പ്രാർത്ഥിക്കുന്നത്, പുത്രന്മാരാണ്, അവകാശികളാണ്. സങ്കീർത്തനത്തിൽ പറയുന്നു, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ ആദരത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ശ്രദ്ധിച്ചോണം, ഇവിടെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അവസ്ഥകളെ മാറുമെന്ന് ആദ്യമൊക്കെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം നല്ല അന്തരീക്ഷമൊന്നും ആയിരിക്കത്തില്ല. നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട് വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങുമ്പം, നമ്മൾ വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മടുപ്പോ, ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വാരിക്കൂട്ടി ഒരു കൂടിനകത്ത് ഇട്ടാൻ പോയി നമ്മൾ ചിന്തിക്കും. പക്ഷെ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സൈഡിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യും? പയ്യെ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്ത് നമ്മളത് വൃത്തിയാക്കി എടുക്കുന്നത് പോലെ നമ്മുടെ ലൈഫിനെ തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട്, എൻ്റെ തലമുറ, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, അതുമായിട്ട് ബന്ധപ്പെട്ട വചനം ചുമ്മാ വിളിച്ച് എൻ്റെ കുടുംബം അങ്ങനെ ആയിത്തീരുന്നതല്ല. വചനത്തിലൊരു അടിസ്ഥാനം വേണം നമുക്ക്. വചന അടിസ്ഥാനത്തിലൊരു അന്തരീക്ഷത്തെ അവിടെ ഉണ്ടാക്കിയെടുക്കുക. അത് വിട്ട് മാറിപ്പോകരുത്. ആവശ്യമില്ലാത്ത പ്രസംഗങ്ങളെല്ലാം കേട്ട് കൈയടിക്കാൻ വേണ്ടി പോകരുത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ ഇങ്ങോട്ട് വരാൻ വേണ്ടി, ഇങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്നോട് ഉള്ളിൽ പെട്ടെന്ന് കർത്താവ് പറയുക, ഈ ഒരു സാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് സ്പർശിക്കുന്ന ഒരു കാഴ്ച. സാജൻ വലിയൊരു സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി ഇടങ്ങളിൽ നിന്നും ചതിവ് ഏറ്റ ഒരു വ്യക്തിയാണ്. പക്ഷെ കർത്താവ് ഇന്ന് ആ വ്യക്തിയെ സ്പർശിക്കുന്നതായിട്ടൊരു കാഴ്ച എന്നോട് തമ്പുരാൻ പറയുകയാണ്. വലിയ ദൈവപ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടായി വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവേ, ആ മകൻ്റെ എല്ലാവിധമാകുന്ന തടസ്സങ്ങളും മാറിപ്പോട്ടെ, എല്ലാ പ്രതിസന്ധിയും മാറിപ്പോട്ടെ. സാജനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആരാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഏറ്റെടുത്തോണം. സാജനെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ആരാ അത് സാജൻ എന്നുള്ളത്? ഈ ദിവസങ്ങളിൽ ഈ സിസ്റ്ററുടെ പേരാണതോ? സിസ്റ്ററുടെ ഹസ്ബൻഡിൻ്റെ പേര് ഏറ്റെടുത്ത കേട്ടോ. എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു. ചില സുഹൃത്തുക്കൾ നിമിത്തം ഒത്തിരി എല്ലാവരും വിശ്വസിക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒത്തിരി തടസ്സപ്പെട്ട് കിടന്ന മേഖലകളെ കർത്താവിന് തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവെ ആ കുടുംബത്തിന്റെ മേൽ. അല്ല, ഞാൻ പറഞ്ഞ ഒത്തിരി സുഹൃത്തുക്കൾ നിമിത്തം ഈ സാജനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത്, ഈ സാജനുമായിട്ട് കണക്ട് ചെയ്ത് ബെന്നി എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഒരു അടയാളമാണ്. ബെന്നി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തും കൂടെ ഉള്ള വ്യക്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരടയാളം പോലെ കർത്താവിനെ സുഹൃത്തുക്കളുണ്ട്, ഒത്തിരി സുഹൃത്ത് ബന്ധമൊക്കെ ഉണ്ട്, കുറെ പൈസ കൊടുക്കാനും ഉണ്ട്, കിട്ടാനും ഉണ്ട്. ആകപ്പാടെ ഒരു സാമ്പത്തികമായ ഒരു തകർച്ചയെ നിൽക്കുവാണ്. ഞാനത് ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഒരു തുറക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ഈ നിമിഷം മുതൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ. ആമേൻ, ഹല്ലേലൂയ. അപ്പം സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനെ ഇപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ വരുമ്പോൾ നിങ്ങൾ പറയാറില്ല, ബ്രദറെ ഇനി വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു സമാധാനം? ചിലരൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, ബ്രദറെ ഇത് ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോലും അറിയാതെ, ഞാൻ പോലും അറിയാതെ ദൈവം ഇതിൻ്റെ അകത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷമല്ല. ഇതിൻ്റെ അകത്ത് ഈ സൂം പ്രയറിൽ ഇന്ന് ഇത്രയും ആളുകൾ കയറി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന മറ്റ് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്ക് അവർക്ക് ഇതിൻ്റെ അകത്തൊരു അട്രാക്ഷൻ തോന്നുന്നതിൻ്റെ കാരണം നമുക്കറിയത്തില്ല, ദൈവം ഒരു അന്തരീക്ഷത്തെ വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഇതേപോലെ ഇതേ അന്തരീക്ഷം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ വരാൻ കഴിയും. അപ്പം നിങ്ങൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം നിങ്ങൾ പറയണം. ദൈവത്തിൻ്റെ വചനം തുടർമാനമായിട്ട് പറയുമ്പോൾ നിങ്ങളത് മനസ്സിലിങ്ങനെ വെച്ചോണം. ഞാനൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കും. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഞാനൊരു അന്തരീക്ഷത്തെ നിർമ്മിക്കുവാന്ന് പറ. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം നാളെ നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ മറ്റൊരു തലത്തെപ്പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. മറ്റൊരു തലം എന്ന് പറഞ്ഞാൽ മറ്റു ചില വചനങ്ങളിലൂടെ നമുക്ക് ഈ അന്തരീക്ഷത്തെ പറ്റി ഒന്ന് കേൾക്കാം. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് മുന്നോട്ട് ഇങ്ങനെ പോകാനാണ്, ഈ അന്തരീക്ഷത്തെ പറ്റി ഒന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു വീട് നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെ ആക്കാൻ പോവുക. അതൊരു വചനമാണ്, വചനം കൊണ്ടാണ് നമ്മൾ വൃത്തിയാക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് വചനം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷത്തെ നമുക്ക് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് നാളെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഇന്ന് ഞാൻ തുടങ്ങി വെച്ചേക്കുവാണ് ഈ കാര്യങ്ങൾ. തുടർമാനമായിട്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് ഇതിൽ യൂട്യൂബിലായിക്കോട്ടെ, ഇതിന് ഫേസ്ബുക്കിലൊക്കെ കാണുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ലിങ്കിൽ പങ്കുചേരാം, ഇതിനെ ഫോളോ ചെയ്യാം. ഇങ്ങനൊരു അന്തരീക്ഷം ഞാൻ പറഞ്ഞില്ല, വെറുതെ ഒരു വിഷയം വരുമ്പോൾ പ്രാർത്ഥിച്ചു പോകാനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വളരണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയായി തീരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർക്കാൻ ഒരു നിർബന്ധമില്ല. ബ്രദർ എനിക്ക് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഓക്കെ, അത്രയേ ഉള്ളൂ. ആമേൻ. അപ്പോൾ നിങ്ങൾക്ക് ഭവനം പണിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഭവനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ലോകം മുഴുവൻ, ലോകരാജ്യങ്ങളിൽ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു കാര്യം മറക്കരുത്, ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തേക്കാൾ വലുതല്ല എനിക്ക് വീടും കാറും ഒന്നും. ഇതും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എല്ലാത്തിനേക്കാൾ വലുത് കർത്താവായിരിക്കണം. പക്ഷേ ഇതെല്ലാം കർത്താവ് തരുന്ന നന്മകളാണ്. ഇത് നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ, അത് ഗ്യാരണ്ടിയാണ്. ഇത് നിങ്ങൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ ബ്രദറെ വചനത്തിൽ അങ്ങനെ പറഞ്ഞു, പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്ക് കിട്ടിയില്ല. കർത്താവ് പറയും എനിക്കതറിയത്തില്ലെന്ന് പറയും. സ്വർഗത്തിൽ ചെന്ന് നമ്മൾ പറയും കർത്താവ് അങ്ങനെ കുറേ ബ്രദർമാർ പ്രസംഗിച്ചു, എനിക്കതൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും എനിക്കറിയത്തില്ല, നിനക്ക് ശ്രദ്ധിക്കണമായിരുന്നു. കർത്താവ് പറഞ്ഞാൽ ഞാൻ അവരെ അറിയുന്നില്ലെന്ന് പറഞ്ഞ പോലെ തിരിച്ച് നമ്മളോട് പറയരുത്. അതുകൊണ്ട് ദൈവം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്കുള്ള വഴി തുറന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് എനിക്കത് തുറന്നു തരണം. അതിനാണ് നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്, കർത്താവിലുള്ളതിനെ കാണാനും കേൾക്കുവാനും, ആത്മീയമായിട്ട് മാത്രമല്ല ഭൗതികമായതും കിട്ടാൻ. അപ്പോൾ നമുക്ക് ഈ വചനം നോട്ട് ചെയ്തോണം. നിങ്ങൾക്കറിയാം ഒത്തിരി ആൾക്കാർ അത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കമൻറ്റിൽ. വേണമെങ്കിൽ എല്ലാവർക്കും വേണ്ടി എവരിവണ്ണായിട്ടൊന്ന് സെൻഡ് ചെയ്തേക്ക് ഈ വാക്യം. ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് 6-ാമത്തെ വാക്യമാണ്, 11-ാമത്തെ വാക്യമാണ് ആവർത്തനം. ഈ ഭവനം പണി ആഗ്രഹിക്കുന്നവർ എങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചോണം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വലിയ പ്രവൃത്തികൾക്കായി ഒരുങ്ങും. രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ, രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ ഒരു രോഗവും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ദിവ്യ ആരോഗ്യം, ദീർഘായുസിനെ പറ്റി നിങ്ങളൊരു അന്തരീക്ഷം ഉണ്ടാക്കണം. ദിവ്യ ആരോഗ്യത്തിൻ്റെയും ദീർഘായുസിൻ്റെ ഒരു അന്തരീക്ഷം, രോഗമില്ലാത്തൊരു അന്തരീക്ഷം അതുണ്ടായി വരും. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ അതിനെപ്പറ്റി ഒന്ന് കേൾക്കാൻ നമുക്ക് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ മേലുണ്ടാകുന്നല്ലോ. ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ യേശുവിൻ്റെ തിരുമുറിവിനാൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇങ്ങനെ തന്നെ പറയണം, യേശുവിൻ്റെ മുറിവ്, കർത്താവിൻ്റെ ശരീരത്തിൽ ഏറ്റ ഓരോ മുറിവും എൻ്റെ ആരോഗ്യമാണ്, എൻ്റെ സൗഖ്യമാണ്. ഞാൻ സൗഖ്യമാകേണ്ടതിന് യേശു അടികൊണ്ടു, ഞാൻ സൗഖ്യമാകേണ്ടതിന് യേശു മുറിവേറ്റു, ഞാൻ ആരോഗ്യവാനായിരിക്കേണ്ടതിന്, ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടു. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ രോഗത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. രോഗം മാറിയില്ലെങ്കിലോ എന്നുള്ള ഉപദേശം കേൾക്കാൻ പോകരുത്. രോഗം മാറിയിരിക്കുന്നു യേശുവിൻ്റെ മുറിവിനാൽ, കർത്താവിൻ്റെ തിരുമുറിവിനാൽ. മനസ്സിലോട്ട് കണ്ണടച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. എന്തിനാണ് കണ്ണടയ്ക്കുന്നു വെച്ചാൽ മറ്റ് ചിന്തകളിലേക്ക് നമ്മുടെ ഫോക്കസ് അതിലേക്ക് വരണം. യേശുവിൻ്റെ നാമത്തിൽ ആ തിരുമുറിവ് ഒന്ന് വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടേ. കർത്താവിൻ്റെ തിരുമുറിവ് ആ കണ്ണുകൊണ്ടൊന്ന് കണ്ടേ, വിശ്വാസ കണ്ണുകൊണ്ട് ഒന്ന് കണ്ടേ. ആ ഉഴവ് ചാല് പോലിരിക്കുന്ന ശരീരം, നുറുക്കപ്പെട്ട ശരീരം, മുറിവേറ്റ ശരീരം. നുറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ തകർക്കപ്പെടുക എന്നൊരർത്ഥമാണ്. കർത്താവിൻ്റെ ശരീരം മുറിവേറ്റിരിക്കുന്നു. ആ ശരീരത്തിൽ ചാട്ടവാറുകൾ അടികൊണ്ട് ഏറ്റവും മുറിവേറ്റ് രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, യേശുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യവും സൗഖ്യവുമാണ്. കണ്ണടച്ച് ഏറ്റെടുത്ത് ആ ബെഡിൽ കിടക്കുന്ന രോഗികൾ ചാടി എണീറ്റ്, രോഗത്താൽ ഭാരപ്പെടുന്നവർ, കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിച്ച്, ചെവി കേൾക്കാൻ കേട്ടാൽ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ചില അടഞ്ഞ ചെവികൾ തുറന്നു വന്ന സാക്ഷ്യം നമ്മൾ കേട്ടല്ലേ. അടഞ്ഞ ചെവികൾ തുറന്ന സാക്ഷ്യം കേട്ടത് അതിൻ്റെ അർത്ഥം ദൈവത്തിന് കഴിയും. അനുഗ്രഹിക്കുന്ന കർത്താവെ, പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പം, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ, സൗഖ്യത്തെ അയക്കുന്നു, സൗഖ്യത്തെ അയക്കുന്നുവല്ല, സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ തിരുമുറിവിനാൽ. അങ്ങനെ പറഞ്ഞു യേശു പറഞ്ഞു, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ തിരുമുറിവ് എൻ്റെ കരത്തിലുണ്ട്, എൻ്റെ ശരീരത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വക്താവാണ്. അത് നടപ്പിലാക്കുവാൻ ദൈവം എന്നെ കണ്ടതാണ്, ലോകത്തിൽ എന്നെ കണ്ടതാണ്.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കമാൻഡ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ ആ ദിവ്യ ആരോഗ്യം നിറയട്ടെ, ദീർഘായുസ് നിറയട്ടെ, ദീർഘായുസ് നിറയട്ടെ. ഞാനിത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നപ്പാ, അങ്ങ് സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പാ. കർത്താവെ അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മൾ അറിവിൽ ചെയ്യുന്നല്ലോ. ദൈവം നമ്മളെ എല്ലാത്തിലും അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. അപ്പൊ തുടർച്ചയായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ ഈ സൂം പ്രയറിലോട്ട് കയറാൻ ഞാൻ ഈ സൂം പ്രയറിലോട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ സൂം പ്രയറിൽ കയറാൻ വേണ്ടി നിർബന്ധിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില നമ്മുടെ റെക്കോർഡിങ്ങുകളൊക്കെ ഒത്തിരി കംപ്ലൈൻറ്റുകൾ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട്. യേശുവിന് അതെല്ലാം റെഡിയാകട്ടെ. അപ്പോൾ ചില മീറ്റിങ്ങുകളൊക്കെ മിസ്സാകുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് വളരെ സൂമിൽ കേൾക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ അതേ മീറ്റിംഗ് തന്നെ യൂട്യൂബിൽ കേൾക്കുന്നുണ്ട്. പലവട്ടം അതിരുന്ന് കേൾക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ വളരുവാൻ ദൈവം കണ്ടവരായതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ ടെൻഡൻസി ഉണ്ടാകുന്നത്. അപ്പം എന്നോട് പറയും, ബ്രദറെ, നമ്മൾ സൂമിൽ സംസാരിച്ച പല കാര്യങ്ങളും ചില സമയങ്ങളിൽ അത് കാണാറില്ല. ചിലത് എഡിറ്റിങ് വരാറുണ്ട്, ചില സമയങ്ങളിൽ മാത്രം. എന്നാൽ ചില മിസ്സാകുന്നുണ്ട്. ചില വാക്യങ്ങൾ ചിലപ്പോൾ അത് കേൾക്കാതെ പോകുന്നുണ്ട്, മിസ്സാകുന്നുണ്ട്, ക്ലിയർ ആകാതെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്കൊരു സൂമിലോട്ട് ഞാൻ ക്ഷണിക്കുന്നത് വെച്ചാൽ, എനിക്കത് രണ്ടാമത് പിന്നെ അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പം തന്നെ നമ്മൾ 1.5 മണിക്കൂറോളം ഈ മെസ്സേജ് പൊക്കോണ്ട് വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നടക്കുക എന്നുള്ള കാര്യമല്ല. എല്ലാ ദിവസവും നമ്മൾ ഈ പ്രാർത്ഥന പോകുന്നത് വല്ലപ്പോഴും ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല, സമയമെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് വീണ്ടും പോയി റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് മാക്സിമം സൂമിൽ തന്നെ നിങ്ങൾ പങ്കുചേരാൻ ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർക്ക് പറയാം. കർത്താവിൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ പറയാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് രോഗസൗഖ്യം ലഭിച്ചവർ ആദ്യം തന്നെ അത് പറയുവാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് രോഗസൗഖ്യം ലഭിച്ചവർ ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യങ്ങൾ പറയുവാൻ ശ്രമിക്കണം. സമയപരിമിതിയുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് ഒരു രോഗസൗഖ്യത്തിൻ്റെ ഒരു സാക്ഷ്യം പറയുവാനായിട്ടാണ് ഇന്ന് സൂമിൽ ആയിരിക്കുന്നത്. ഞാൻ 17-ാം തീയതി തൊട്ടാണ് നിഖിൽ ബ്രദറിൻ്റെ ഈ സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ സൺഡേയിൽ കൺഫസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ജോലി കഴിഞ്ഞു വന്ന് ഞാൻ അല്പസമയം വചനം വായിച്ചതിന് ശേഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ മീറ്റിങ്ങിൽ കൺഫസിൻ്റെ കാര്യങ്ങളെ എങ്ങനെ കൺഫസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു, സെപ്റ്റംബർ 1996 ഉള്ള ഒരു വ്യക്തിയെ ദൈവം തൊടുന്നു എന്ന്. അതെൻ്റെ മകനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാനത് ഏറ്റെടുക്കുകയും മോൻ്റെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ ആ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് മോന് സ്വാളോയിങ്ങിന് ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു. ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി അവന് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇന്ന് മോനെ എൻഡോസ്കോപ്പിക്ക് വേണ്ടി ഞങ്ങൾ ഗ്യാസ്ട്രോ യൂണിറ്റിൽ കൊണ്ടുപോയി പ്രൊസീജിയർ കഴിഞ്ഞു. ഞാൻ മോനോട് പറഞ്ഞു, ഇന്ന് നീ അത്ഭുതത്തിൻ്റെ ഒരു സാക്ഷ്യം ഉളവാക്കുന്ന ദിവസമായിരിക്കും, ഒരു ദൈവപ്രവൃത്തിയെ കാണുമെന്ന് പറഞ്ഞു. പ്രൊസീജിയർ കഴിഞ്ഞു. ഇന്ന് ഞാൻ ആ ടെസ്റ്റ് റിസൾട്ട് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സാക്ഷ്യം പറയുന്നത്. യാതൊരു സ്ട്രിക്ചറുകളുമില്ല. പിന്നെ പ്രൊസീജിയറിന് മുമ്പ് ഞാൻ മോനോട് പറഞ്ഞു, മോൻ ബെഡിൽ കയറുമ്പോൾ സ്ട്രെച്ചറിൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ മോൻ പറയണം, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് വന്നിരിക്കുന്ന സൗഖ്യം ഞാൻ ഇന്നത് പ്രാപിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വേണം മോനെ ചെയ്യാനെന്ന് പറഞ്ഞു. അവൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ആ ടെസ്റ്റ് റിസൾട്ട് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. എല്ലാ അവൻ്റെ സിസ്റ്റംസും നോർമലാണെന്ന് ഇന്ന് ആ റിസൾട്ട് ഞങ്ങൾക്ക് കയ്യിൽ തന്നു ഡോക്ടർ. യുഎസിൽ നിന്നാണ് ഞാൻ ഈ ടെസ്റ്റ് മണി പറയുന്നത്. സിസ്റ്റർ, എനിക്ക് കർത്താവ് വലിയ സൗഖ്യത്തിനാണ്. അന്ന് എനിക്ക് സത്യം പറഞ്ഞ സിസ്റ്റർ, എനിക്ക് ആ രോഗത്തിൻ്റെ എനിക്കത് കറക്റ്റ് എന്ത് അസുഖമാണെന്ന് പോലും മനസ്സിലായില്ല. പക്ഷേ ഞാനിന്ന് നമ്മുടെ ജിസ്മോമിത്രമായിട്ട് വൈകുന്നേരം സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു, എനിക്ക് പല രോഗത്തെപ്പറ്റി നിങ്ങൾ പറയുന്നത് എനിക്ക് അറിയത്തില്ല, പക്ഷേ കർത്താവ് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ അറിയത്തുള്ളൂ. അതെന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ സിസ്റ്റർ പറഞ്ഞത് തന്നെ നാളുകളായിട്ട്
സിസ്റ്റർ അതിൻ്റെ മേൽ നിൽക്കുകയാണ്. പക്ഷേ വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ കർത്താവ് സിസ്റ്ററുടെ ആ മോൻ്റെ പേരും അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും വെളിപ്പെട്ടിട്ട് യേശു അവനെ തൊടുവാന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയിൽ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ US നിന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം, പല രാജ്യത്ത് നിങ്ങൾ ഇപ്പോൾ US എന്ന് പറഞ്ഞ പോലെ പല രാജ്യത്തിരുന്ന് നിങ്ങൾ കേൾക്കുന്നവരായിരിക്കാം. നമുക്കറിയാം ലോകത്തിൽ പരിമിതികളുണ്ട് മാനുഷികമായിട്ട്, പക്ഷേ ദൈവത്തിന് ഒരു പരിമിതിയില്ല. സിസ്റ്റർ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തു? ആലോചന ഏറ്റെടുത്തു. സിസ്റ്റർ എന്ത് ചെയ്തു? അതവിടെ ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ തമ്പുരാൻ അത് അത്ഭുതമാണെന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയ സൗഖ്യത്തെ കർത്താവ് ചെയ്തു. ആ രോഗത്തിൻ്റെ മേൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് രോഗം അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി അറിയത്തില്ലേ പോലും കർത്താവ് വലിയ സൗഖ്യത്തെ കൊടുത്തു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഇരിക്കുന്നത്. സിസ്റ്റർ എത്ര നാളായിട്ട് മോൻ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? മോന് ഇപ്പം 2 years മുമ്പാണ് അവന് സ്വാളോയിങ് ഡിഫിക്കൽറ്റി വന്ന് അങ്ങനെയാണ് ഗ്യാസ്ട്രോയിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അന്നേരം നോക്കിയപ്പോഴാണ് പല സ്ട്രിക്ചേഴ്സുകളും അവൻ്റെ ഈസോഫാഗസ് താഴോട്ടുള്ള ഭാഗങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം ഡയലേറ്റ് ചെയ്തു. കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാനും പോകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം വീണ്ടും ഡോക്ടർ പറഞ്ഞു നീ വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഇന്നായിരുന്നു ആ പ്രൊസീജിയർ സ്കെഡ്യൂൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ കൊണ്ടുപോയി ഞാൻ ഇന്നലെ ഹസ്ബൻഡിനോടും പറഞ്ഞു, എൻ്റെ ഒരു നെയ്ബറിനോടും ഞാൻ പറഞ്ഞു, ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം ഉളവാക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ ആ റിപ്പോർട്ട് വാങ്ങിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഡോക്ടറെ അടുത്ത് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മോനോട് ഞാൻ അവനെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു മോൻ ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മോനെ യേശുവിൻ്റെ അടിപ്പിണരാൽ മോന് സൗഖ്യം തന്നിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കർത്താവേ ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാളിനാൽ അവൻ്റെ സർജറി ദൈവം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞ് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, നമ്മൾ ഈ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ദൈവാത്മാവ് തന്ന ഒരു നിയോഗമാണ്. അപ്പം ഞാൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇത് പ്രസംഗിക്കുന്ന സമയത്ത് ആളുകൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. അപ്പം ഞാൻ വിശ്വസിച്ചു, എനിക്കറിയത്തില്ല കർത്താവ് ഈ ചോദ്യം എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിലേക്ക് പിന്നെയും വരുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത് ദൈവം തന്നതായതുകൊണ്ട് ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് 3-4 വർഷം മുമ്പ് തുടങ്ങിയ ഒരു പ്രാർത്ഥനയാണിത്. പിന്നീട് ദൈവാത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെയാണെന്നുള്ള ഈ എങ്ങനെയെന്നുള്ള ചോദ്യം ബൈബിളിൽ നമുക്ക് ദൈവപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്ങനെയെന്നുള്ള ദൈവികമായ പ്രവൃത്തി സംഭവിക്കുന്നുള്ളത് വചനത്തിലൂടെ നമുക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടായി. പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ കൊടുത്തു. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ എപ്പോഴും പറഞ്ഞില്ല, നമ്മുടെ അകത്തേക്ക് കയറുന്ന വചനം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, മോനെ ബലപ്പെടുത്തി അലോകാരോട് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു സാക്ഷ്യമാട്ടെ, അത് പറയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട് നമ്മളിൽ. അത് ക്രിയേറ്റ് ചെയ്തതിന് നന്ദി പറയുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ മൊത്തം കേൾക്കുന്ന അന്തരീക്ഷത്തെ പറ്റിയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൃപ നിറയട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? പറഞ്ഞു. ഇപ്പം എന്റെ പേര് വിളിച്ചാണ് എലിസബത്ത്. അത് ഞാനാ ദൈവം പോവാന്ന്. സിസ്റ്ററുടെ പേര് എലിസബത്ത്. ഇന്നത്തെ ഇട്ടേക്കുന്ന പേര് ഹെൻറി, വേറൊരു പേരാണ്, വേറെ പേര് ഇട്ടേക്കുന്നത്. ഓക്കെ, ഏറ്റെടുത്ത സിസ്റ്ററെ. ആ കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണാൻ വേണ്ടി പോവാണ്. അത് റെഡിയായിട്ടിരുന്നോണം കേട്ടോ. 5.5 വർഷമായിട്ട് നിന്നൊരു കാര്യമാണ്. 5.5 വർഷമായിട്ട് ബ്ലോക്കായി നിന്നൊരു കാര്യത്തെ കർത്താവ് 2024 തീരുന്നതിന് മുമ്പ് 5.5 വർഷങ്ങൾക്ക് മുമ്പ് ബ്ലോക്ക് ആയതിനെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കാനാണ്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ബ്രദർ പറഞ്ഞല്ലോ. അപ്പോ എന്റെ മക്കളെ 2 വർഷം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട്, അപ്പൊ ഞാൻ ഏത് വചനം വെച്ചിട്ട് പ്രാർത്ഥിക്കണ്ടേ ബ്രദറെ, ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും സിസ്റ്ററെ. ഞാൻ അന്ന് സിസ്റ്റർക്ക് മറ്റേ വാക്യങ്ങൾ അയച്ചു തന്നായിരുന്നു, കിട്ടിയായിരുന്നു? ആ വീഡിയോ കിട്ടിയിട്ടില്ല. ഓക്കെ സിസ്റ്റർ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നൊരു വചനമുണ്ട് യോശുവയുടെ പുസ്തകത്തിൽ.
എന്നും പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. എന്നും പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ണടച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് നിങ്ങൾ ആ കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് സന്തോഷത്തോടെ വചനം പറയുന്നതും ആരാധിക്കുന്നതും പ്രയറിന് പോകുന്നതും കണ്ടുകൊണ്ട് വേണം പറയാൻ. മനസ്സിലായോ? അത് കണ്ണടച്ചുകൊണ്ട് അത് കാണും, വിഷ്വലൈസ് ചെയ്തിട്ട് വേണം എപ്പോഴും പ്രാർത്ഥിക്കാൻ. ശ്രദ്ധിച്ചു, ഞാൻ അത് പറയാൻ വിട്ടുപോയി. ഞാൻ വരുന്ന ദിവസങ്ങളിൽ അത് ഉള്ളത് കൊണ്ടാണ്, നമ്മൾ ഈ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിലേക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുത്ത് പറയാഞ്ഞത്. നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥില്ല, കണ്ണടച്ചില്ലേ പോലും നിങ്ങളത് കണ്ടുകൊണ്ട് ഇപ്പം ഞാൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം ഒരു കാലഘട്ടത്തിൽ രോഗി നടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അവൻ വീൽ ചെയറിൽ എണീക്കുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവ് യേശു എന്നെ ഉപയോഗിക്കുന്നത് ഞാൻ വിശ്വാസത്തോടെ കണ്ടുകൊണ്ടത് പ്രാർത്ഥിക്കും. മരിച്ചവർ ഉയർക്കുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും. അപ്പം നമ്മളൊരു വിഷ്വലൈസ് ചെയ്തോണം. അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വേണം സിസ്റ്ററെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ എന്നറിയാവോ, നമ്മുടെ മനസ്സും നമ്മുടെ ഫെയ്ത്തും തമ്മിൽ ജോയിൻ്റ് ആയിട്ട് നമ്മുടെ ശരീരം മുഴുവനും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, കുടുംബമായിട്ട് കർത്താവ് ഒരുക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. അതിലിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ജൂൺ 7 ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ തൊട്ട് ഇതിൽ യൂട്യൂബിൽ പകൽ മുഴുവൻ കേൾക്കുന്നുണ്ട് വചനങ്ങള്. ഒരു കാര്യം പറഞ്ഞാലും തീരില്ല, അത്ര നന്നായി പറഞ്ഞു തരുന്നു. ബൈബിളിലെ ഓരോ വചനങ്ങൾ ഇങ്ങനെ ഓരോന്നും പ്രാർത്ഥിക്കണം. അനേകം പേര് ഇതിൽ സൗഖ്യമാവണം, അനേകം കുടുംബങ്ങളെ രക്ഷിക്കുന്നുണ്ട്, അനേകം ചേച്ചിമാര്, അനിയത്തിമാര്, സഹോദരന്മാര്, അച്ഛന്മാര്, എല്ലാവരും ഇതിൽ എത്ര പറഞ്ഞാലും ഞാൻ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോൾ കരയണം. എത്ര കുടുംബങ്ങളെ രക്ഷിക്കുമ്പോൾ നന്നായി പറഞ്ഞു തരുന്നുണ്ട്, വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പകലും ഞാനിതിൽ ഈ സൂം മീറ്റിങ്ങിൽ കയറുന്നതിന് മുമ്പ് ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. ഇല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മാറിക്കോളും. നമ്മൾ പ്രാർത്ഥനയോട് പങ്കെടുക്കുമ്പോൾ മാറിക്കോളും. ഞാൻ അതിന്റെ മനസ്സിൽ വെക്കുന്നത് അനുഗ്രഹിക്കപ്പെടണം, അതുപോലെ ബ്രദറിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണം. ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ കൂട്ടായ്മ ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ്, ഇത് ക്രിസ്തു യേശുവിൻ്റെ കൂട്ടായ്മയാണ്. നിങ്ങളും ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇനി ആര് പ്രസംഗിക്കാൻ വന്നാലും കർത്താവാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ ഓണർ. ഞാൻ എപ്പോഴും പറയാറില്ല, പലപ്പോഴും ഞാൻ നിങ്ങളുടെ സുവിശേഷം പറയാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ മൂഡ് പലപ്പോഴും നല്ലതൊന്നും ആയിരിക്കത്തില്ല. നല്ല എൻ്റെ മൂഡെന്ന് ഉദ്ദേശിക്കുന്നത് ചില സമയങ്ങളിൽ ഞാൻ എന്താ പറയുന്നത് സന്തോഷത്തോടെ ആയിരിക്കത്തില്ല, ചില സമയങ്ങളിൽ ഓരോരോ കാര്യങ്ങളിൽ ഞാൻ ചിലപ്പോൾ ഇൻവോൾവായി നിൽക്കുമ്പോഴായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് പ്രസംഗിക്കാൻ കയറുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിൻ്റെ സ്ഥലമായതുകൊണ്ട് ചിലപ്പം എൻ്റെ മനസ്സ് പോലും ഞാൻ ഓർത്തിട്ടുണ്ട് പലപ്പോഴും. ഞാൻ വല്ലാത്ത എന്താ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മനസ്സ് ക്ലിയർ അല്ലാത്ത സമയങ്ങളിൽ പോലും ഞാൻ ഏറ്റവും സന്തോഷത്തോടെ സുവിശേഷം പറഞ്ഞ സമയങ്ങളുണ്ട്. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായത്, ഇത് പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് ഇത്രയും സന്തോഷം വരുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, ദൈവം സന്തോഷിക്കുന്നത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സന്തോഷം വരുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ ഇനിയും വചനം കേൾക്കുക. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ഈ സമയത്ത് രോഗസൗഖ്യത്തിൻ്റെയോ ദൈവപ്രവൃത്തികളുടെയോ സാക്ഷ്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു. പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്ക് മറ്റൊരു പ്രയറും കൂടി ഉണ്ട്. ഇത് കഴിയുമ്പം ഇന്ന് വേറൊരു സൂം പ്രയറും കൂടി ഉണ്ട്. അതുകൊണ്ട് വേഗത്തിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞോട്ടെ. ആരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, സോറി, മ്യൂട്ടായി കിടക്കുമായിരുന്നു. ആരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞു. പറഞ്ഞോ. ഇന്നലെ 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ നല്ല മാർക്കോടെ വിജയിച്ചു. പ്രൈസ് ദി ലോർഡ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഓരോ വട്ടം പ്രാർത്ഥിക്കുമ്പോഴും ഇങ്ങനെ അവന് റിസൾട്ട് വരുമ്പോൾ നല്ല റിസൾട്ടോ മാർക്ക് കിട്ടാറുണ്ട്. അപ്പം ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് ദൈവം തന്നതാണെന്ന് പറയുമ്പോൾ അവൻ പറയും, ഞാനാ കഷ്ടപ്പെട്ട് പഠിച്ചത്, എല്ലാ ക്രെഡിറ്റും ദൈവത്തിനാണല്ലോ കൊടുക്കുന്നതെന്ന് പറയും. അപ്പൊ പക്ഷേ ദൈവത്തിന്റെ കൃപയാല് ഇപ്പൊ മാർക്ക് വന്നപ്പോഴും 85%, അവന്റെ എല്ലാ മാർക്കും 85%. എല്ലാ കൂട്ടുകാർക്കെല്ലാം 70-75 കിട്ടിയപ്പോ അവന് എല്ലാത്തിനും ഒരു മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ 85%. ഇന്ന് അവന്റെ നാവ് കൊണ്ട് പറഞ്ഞു, ഗോഡ് ഓൺലി ഗേവ് മീ ആൻഡ് ദിസ് ഈസ് ഗ്രേസ് ഓഫ് ഗോഡ് ഓൺലി എന്ന്. അപ്പൊ അവന്റെ നാവ് കൊണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് 1000 നന്ദി, സ്തോത്രം. ആമേൻ. പ്രിയ ഒത്തിരി മകൻ്റെ കാര്യത്തിൽ ഒത്തിരി ഭാരപ്പെട്ടൊരു വിഷയമായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ കർത്താവ് അവൻ്റെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന് ഇടയായി തീർന്നു. മകൻ തന്നെ പറയാൻ ഇടയായി തീർന്നു. അവനൊരു മാറ്റം ദൈവം കൊടുത്തതിന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റൊരു കാര്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ എന്നെ പല രാജ്യത്തു നിന്ന് കാണുന്നവരുണ്ട്, ഇത് ലൈവിൽ പോകുന്നവരുണ്ട്, സൂമിൽ കാണുന്നവരുണ്ട്.
ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിൽക്കുന്നത് മറ്റൊരു രാജ്യത്താണ്, പ്രത്യേകിച്ച് UK-യിലാണ്. അപ്പോൾ എന്നോട് കഴിഞ്ഞ കുറേ കാലം മുമ്പ് ദൈവാത്മാവ് ഒരു കംപ്ലീറ്റ് പല രാജ്യങ്ങളിൽ കൂടുന്ന ആൾക്കാരെയൊക്കെയും കണക്റ്റഡ് ആക്കുവാൻ ദൈവം ഒരു നിർബന്ധം തന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഏത് രാജ്യത്താണ് നിങ്ങൾ ഇരിക്കുന്നത് അവിടെ എല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാം ഒരുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോണം. ദൈവകൃപയാൽ നമുക്കെല്ലാം നേരിൽ കാണുവാനുള്ള ഒരു അന്തരീക്ഷത്തെ കർത്താവ് ഒരുക്കും. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൽ നിന്ന് കേട്ട ഒരു വാക്ക് മാത്രമാണ്, അതിൻ്റെ ഒരു റൂട്ടിലേക്ക് വന്നിട്ടില്ല. പല രാജ്യങ്ങളിലേക്കുമൊക്കെ മൂവ് ചെയ്യുന്ന ഒരു രീതിയിൽ കർത്താവിനൊരു പ്ലാൻ ദൈവം ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമ്മളെ തമ്മിൽ കണക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കണക്റ്റഡ് ആകും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഒരാളെ കണക്റ്റ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. കണക്റ്റ് ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. പ്രാർത്ഥിക്കുക. പല രാജ്യങ്ങളിലിരിക്കുന്നവരുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കൂട്ടായ്മയെ ആചരിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതൊന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ, അതിനായിട്ട് ഒരുങ്ങുക, അതിനായിട്ട് കൂട്ടായ്മയെ ആചരിക്കുക. പലയിടങ്ങളിൽ എന്നെ കാണുന്നവരുണ്ട്. കർത്താവിൽ ബലപ്പെടുക. ദൈവം നമ്മളെ സഹായിക്കും. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു പറഞ്ഞു. ബ്രദർ ഫസ്റ്റിലെ ആന്റണിയുടെ ഭവനത്തെ തൊടുന്നെന്നും പറഞ്ഞില്ലായിരുന്നോ? അതെ സിസ്റ്ററെ, പറഞ്ഞു. ആന്റണി, അതെന്റെ പപ്പായാണേ. മിസ്റ്റർ അടയാളങ്ങളെല്ലാം സിസ്റ്റർ കേട്ടായിരുന്നു. 2 തലമുറ ഏറ്റെടുത്ത സിസ്റ്ററെ, കർത്താവ് ഇന്ന് ഭവനത്തെ തൊടാൻ വേണ്ടി പോവാണ്. പിതാവിനെയും ദൈവം തൊട്ട കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഞാൻ ഇന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ആലോചന കേൾക്കുമ്പോൾ ഏറ്റെടുത്തോണം കേട്ടോ. ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോണം. കുടുംബത്തിൻ്റെ ഈ ദിവസങ്ങളിൽ എന്നിട്ട് ആമേൻ പറഞ്ഞിട്ടൊക്കെ മാത്രമല്ല, കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും വചനത്തിലും ബലപ്പെട്ടോണം. ആ ദൈവിക നന്മ വന്ന് കയറാൻ വേണ്ടി പോവാണ്. ഞാൻ എപ്പോഴും പറയും, ദൈവം തുറന്നൊരു നന്മയുടെ പ്രത്യേകത, ഇത് ദൈവം തന്നെയാണ് ചെയ്തതെന്ന് നമ്മൾ തന്നെ പറയും, നാട്ടുകാരും പറയും. ഇതാ ദൈവപ്രവൃത്തി. ഇസ്രായേൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. തുടക്കത്തിലെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്റെ അപ്പന്റെ പേര് ആന്റണി എന്നാണെന്ന് ബ്രദറിന് അറിയാമല്ലോ. അതെ അല്ല ഞാൻ പറഞ്ഞു, പക്ഷേ അത് മാറ്റപ്പെട്ടു പോയി. ആള് മാറ്റപ്പെട്ടു, ഭൂമിയിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. എങ്കിലും എന്റെ ഭവനത്തെ അനുഗ്രഹിക്കാതെ ഞാൻ വിടില്ല കർത്താവിനെ. കർത്താവ് എന്റെ ഭവനത്തെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ആമേൻ. ആമേൻ. തീർച്ചയായിട്ടും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു 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 വേഗത്തിൽ പറഞ്ഞു. സാക്ഷിയുള്ളവരൊന്ന് വേഗത്തിൽ പറഞ്ഞോണേ. എനിക്ക് ഇത് കഴിയുന്നതിന് ശേഷം വൈകിട്ടൊരു പ്രേയറും കൂടി ഉണ്ട്. പെട്ടെന്ന് പറഞ്ഞു. ബ്രദറെ, ഇന്ന് വീടിന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ എന്റെ വീടും സ്ഥലവും വിൽക്കാനുള്ള കാര്യത്തിന് വേണ്ടി കുറച്ചു നാളും കൊണ്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ അതൊന്നും ആകുന്നില്ല. അപ്പൊ വേറൊരു വീടും സ്ഥലവും വാങ്ങിക്കണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊരു ഇപ്പൊ ഉടനെ നടക്കത്തില്ലെന്ന് എന്റെ ഒരു ചിന്തയുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ എഴുതി വെച്ച് ഞാനിങ്ങനെ ബ്രദർ പറയുമ്പോ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ തന്നെ ആ ബ്രദർ ഇത് പറയുന്നത്. അപ്പൊ ഇന്ന് എന്നോട് തന്നെ ഇടപെട്ടു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാനത് ഏറ്റെടുക്കുന്നു. എനിക്ക് കർത്താവ് ഭവനം തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ ഭവനവും സ്ഥലവും എനിക്ക് വിൽക്കണം. എത്രയും വേഗം ഈ 2024 തന്നെ അതിനൊരു തീർപ്പ് ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നു. ബ്രദർ പ്രത്യേകം പ്രാർത്ഥിക്കണം. ആമേൻ. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് എന്താ പറയുന്നത്, ആ വാക്കി എടുക്കാൻ വേണ്ടി വിചാരിച്ചതല്ല. പക്ഷേ പെട്ടെന്ന് ആ വാക്കി കയറി വന്ന പറഞ്ഞപോലെ തന്നെ പേപ്പറും പേൻ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കർത്താവ് തക്ക സമയത്ത് ഓർപ്പിച്ചു. ഏറ്റെടുത്തോണം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഞാനും മോളും കൂടെ ഈ സന്ധ്യാസമയത്തിരുന്ന് പ്രാർത്ഥിച്ചു യുവാസന്റെ സൂമിലോട്ട് കയറാനായിട്ട് ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഞാനും മോളും കൂടി ഇങ്ങനെ ഞങ്ങളുടെ ഭവനത്തെ കുറിച്ച് ഞങ്ങളിങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ ഭവനത്തിന് ഒരു ചോർച്ചയൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട് നമുക്ക് പൊളിച്ചിട്ട് വേറൊരു വീട് വെക്കണമല്ലോ എന്നൊക്കെ ഞാനും മോളും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതെല്ലാം സംസാരിച്ചു കഴിഞ്ഞ് സൂമിൽ കയറിയപ്പോഴാണ് ദിവാസൻ ഈ ഭവനത്തിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞത്. അത് ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഏറ്റെടുത്തു. തീർച്ചയായിട്ടും സാധിപ്പിച്ചിരിക്കും. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഭവനങ്ങൾ തരുമെന്നാണ്. അതെല്ലാം കർത്താവ് തരും. ഇതെല്ലാം നമ്മുടെ അവകാശമാണ്, ആവശ്യമല്ല. അവകാശം ഓർത്തോണം. ബൈബിളിലെ വാക്യങ്ങളൊന്നും ആവശ്യമല്ല, അവകാശമാണ്. ദൈവമക്കളെ കർത്താവ് അത് തരും.
ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പാസ്റ്റർ പ്രൈസ് ലോർഡ്. പറഞ്ഞു കേൾക്കാവോ പാസ്റ്റർ? പറഞ്ഞു പക്ഷെ ഞാൻ പാലായിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അഡ്വക്കേറ്റ് നമ്പർ നന്നായി സുമി കയറിയേ. ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ പാസ്റ്ററോട് പറഞ്ഞ് എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്നറിയാം. തീർച്ചയായിട്ടും തന്നെ വക്കീല് തന്നെ ആളെ പ്രാർത്ഥനയിലുണ്ടോ? ഇതിൽ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക ഇടങ്ങളിൽ പോയി കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ ദൈവം ഇടയാക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് ചൊരിയട്ടെ. അനേക ഇടങ്ങളിൽ പോയി കർത്താവെ അങ്ങയുടെ സാക്ഷിയാക്കുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ചില ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാട്ടോ. ചില ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ചില ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത് ദൈവത്തിൻ്റെ പ്ലാനുകളാണ്. എന്നാൽ ആരോടും ഒന്നും നോക്കണ്ട. ഈ ദിവസങ്ങളിൽ കർത്താവ് ചില വാതിലുകളിലെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവിനെ പറയുന്നു, കുറേ നാളുകളായിട്ട് വിളിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിൻ്റെ കൃപയിൽ ദൈവം കണക്ട് ചെയ്ത് ഫോണിലൂടെ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഒരു പകൽ സമയത്ത് ആ വ്യക്തി വിളിക്കും. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു ബന്ധത്തെ ദൈവം തരാൻ വേണ്ടി പോവാണ്. ഒരു പകൽ സമയത്താണ് ആ വ്യക്തി വിളിക്കുന്നത്. അയാളുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ചില കണക്ഷനുകളെ ദൈവാത്മാവ് തരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനത്തിൽ ഒരു ഫിലിപ്പ് എന്നൊരു പേരുണ്ട്. ഈ വിളിക്കുന്ന ആളുടെ പേരിൻ്റെ അവസാനം ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് പേര് കുറിച്ച് വെച്ചോണം. അതൊരു വഴിത്തിരിവായിട്ട് കർത്താവ് മാറ്റും. ഈ ദിവസങ്ങളിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. തുടർമാനമായിട്ട് വചനം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക. കർത്താവ് വളർത്തും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ഞാൻ ആലപ്പുഴയിൽ അനി ജോസ് പ്രകാശാണ്. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാനിപ്പം എൻ്റെ രോഗം ദൈവം സൗഖ്യമാക്കി ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ വിളിച്ച ഏറ്റവും എനിക്ക് അത്യാവശ്യമായൊരു കാര്യം, ഇപ്പോൾ പ്രയർ റിക്വസ്റ്റിന് സമയമല്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഒരു അത്യാവശ്യമായതുകൊണ്ട് എൻ്റെ മോള് BDSന് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട് ലോൺ വെച്ച് അവൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ് കരുതിയിരുന്നത്. പക്ഷെ അതിനായിട്ട് ഞങ്ങളുടെ ആധാരം കൊണ്ട് ബാങ്കിൽ കൊടുത്തപ്പോൾ അതിനെന്തൊക്കെയോ തടസ്സങ്ങൾ, ഒരു വർഷമായിട്ട് ആ തടസ്സം മുന്നിൽ നിൽക്കുന്നു. കുഞ്ഞിന് ഇതുവരെയും ലോൺ കിട്ടിയിട്ടില്ല. ഇപ്പൊ സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ എക്സാം അടുത്ത മാസം നടക്കുകയാണ്. അത് ഇതുവരെയും നമുക്ക് ഫീസ് അടയ്ക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ആ ലോണിന്റെ തടസ്സങ്ങളൊക്കെ മാറി എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിന് ലോൺ ശരിയാകുന്നതിന് വേണ്ടി ബ്രദർ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ മറ്റു മാർഗമില്ല. ലോൺ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ കുഞ്ഞിന് വേണ്ടി ആ തടസ്സം സാറിന് ബ്രദർ പ്രത്യേകം പ്രാർത്ഥിക്കണം. കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും എന്ന വചനത്താൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, നന്മ പുറകെ വരുന്നതിന് നന്ദി, ഉയർച്ച പുറകെ വരുന്നതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ ഇഷ്ടം കർത്താവ് വഴി തുറക്കും. വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞോണം. ദൈവം വഴി തുറക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും സാക്ഷിയുള്ളവരുണ്ടോ? വേഗത്തിൽ പറഞ്ഞോട്ടെ. പറഞ്ഞു. ബ്രദറെ, ഞാൻ ഇന്ന് പിന്നെ ഭവനത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഞാനും എൻ്റെ ഹസ്ബൻഡൊക്കെ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിനെ പറ്റിയൊക്കെ ഇന്നും അതുപോലെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ആ വചനം ഞങ്ങളോട് ഇടപെട്ടു. പിന്നെ മാത്രമല്ല, ഇപ്പൊ ഈ സൂം പ്രയറിൽ ഇപ്പൊ എൻ്റെ കുടുംബത്തിലുള്ള ഒത്തിരി പേര് ഇപ്പൊ ഈ സൂം പ്രയറിൽ കയറുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്തു. എല്ലാവരും ഇപ്പൊ ഈ പ്രയറിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് പുതിയ ഒരാൾക്ക് ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ അവിടെ അവർക്ക് സൂമിൽ കയറാൻ പറ്റില്ല, അപ്പം യൂട്യൂബിൽ കയറാന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഭാരത്തിലിരിക്കുന്ന ഒരു മകളാണ്. അപ്പൊ അവളും കേൾക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ ബ്രദറിനോട് പറഞ്ഞല്ലോ, എൻ്റെ ആന്റിയുടെ മകൻ മരണപ്പെട്ടു പോയ. അപ്പൊ അവരും ഇന്ന് ഈ സൂമിൽ പ്രയറിൽ കേൾക്കുന്നുണ്ട്. ഷൈമ എന്നാണ് അവരുടെ പേര്. പ്രത്യേകം അവർ ഓർത്ത് പ്രാർത്ഥിക്കണം. ബ്രദർ ഈ സാക്ഷ്യ ദിവസം പറഞ്ഞു.
കഴിഞ്ഞോ? ഹലോ, കേൾക്കുന്നില്ല. 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 ലൈൻ കട്ടായതാണ് തോന്നുന്നത്. ആ, ഓക്കെ. ലണ്ടനിൽ ഭയങ്കര മഴയായോണ്ട് നെറ്റ്വർക്ക് സ്ലോ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഇടയ്ക്ക് ഒന്ന് ഇപ്പൊ ഓഡിയോ കേൾക്കാം. കട്ടായിപ്പോയിട്ടുണ്ട്. ഒരു മിനിറ്റ് കേൾക്കാം നിങ്ങൾ കേൾക്കാം ഓഡിയോ കേൾക്കാം. കട്ടാവുമ്പോൾ സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. സൗണ്ട് ഇല്ലെങ്കിൽ സൗണ്ട് ഇല്ലാതെ പറഞ്ഞാൽ മതി. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓഡിയോ കിട്ടുന്നില്ലെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷിയുണ്ടോ? മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്തോ പറഞ്ഞേക്കട്ടെ. പറഞ്ഞോ. ഞാനൊരു പറഞ്ഞോ. മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം